പാവങ്ങളുടെ നേതാവായ രാഷ്ട്രീയാചാര്യൻ സഖാ VMS നമ്പൂതിരിപ്പാടിന്റെ ജ്വലിക്കുന്ന ഓർമ്മയ്ക്ക് മുമ്പിൽ രക്തസാക്ഷികളായ എല്ലാ സഖാക്കളെയും സ്മരിച്ചുകൊണ്ട് ഈ ചിത്രം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു കാലഘട്ടത്തിന്റെ വിപ്ലവവീര്യം 3 ധീര സഖാക്കളിലൂടെ പറയുന്ന കഥയാണ് രക്തസാക്ഷികൾ സിന്ദാബാദ്. ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നതോ മരിച്ചുപോയതോ ആയ ആരുമായും യാതൊരു ബന്ധവുമില്ല. സാദൃശ്യം തോന്നിയാൽ തികച്ചും യാദർച്ഛികം മാത്രം. രാജഭരണത്തിന്റെ അധികാരത്തിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ മോഹത്തിന്റെ പിന്തുണയോടെ ഭരണകാര്യങ്ങളിൽ മഹാരാജാവിനെ ഉപദേശിക്കാനെത്തി ദിവാൻ പദവിയോടെ ഭരണം സ്വന്തം കൈക്കുള്ളിലൊതുക്കി അധികാര ഗർജനം നടത്തി ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തി ഭീകരമായ ദിവാൻ ഭരണം നടക്കുന്ന കാലം. ഈ കഥയുടെ തുടക്കം ഇവിടെയാണ്. Are you police officers or police dogs? അവിടെ ഇത് നടക്കുന്നു, ഇവിടെ അത് നടക്കുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? രഹസ്യങ്ങൾ മണത്തറിയുന്ന പോലീസ് പട്ടികളാകാനല്ല നിങ്ങളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നത്. നിയമം നടപ്പിലാക്കാനാണ്. I want the law to be enforced at any cost. ട്രാവൻകൂർ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമാണ്. And I am the ruler. ഞാൻ പറയുന്നതാണ് നിയമം. അത് നടപ്പായിരിക്കണം. ദിവാൻ ഭരണത്തിനെതിരെ ആരും ശബ്ദിക്കാൻ പാടില്ല. ശബ്ദിച്ചാൽ ആ ശബ്ദം ഇല്ലാതാക്കണം. യു ഷുഡ് ക്രഷ് ദം. ദിവാൻ ഭരണം നിലനിർത്തുക എന്നുള്ളത് ബ്രാഹ്മണ സമൂഹത്തിന്റെ ആവശ്യമാണ്. ഭാരതത്തിൽ മുഴുവൻ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ശബ്ദമാണിത്. ഈ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന നമ്മുടെ ദിവാൻ ഒരു ബ്രാഹ്മണനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ സഭ കൂടിയിരിക്കുന്നത്. ക്ഷമിക്കണം സ്വാമി. ഈ സഭയെയും ഈ പൂണൂലിനെയും ഏറ്റവും അധികം ആദരിക്കുന്ന ഒരു ബ്രാഹ്മണനാണ് ഞാൻ. സമൂഹത്തിന്റെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ദിവാൻ ചവിട്ടിയരയ്ക്കുന്ന ക്രൂരതയാണ്, ദേശദ്രോഹമാണ്. ദിവാൻജിക്കെതിരെ നീ ഈ സഭയിൽ ഒറ്റയക്ഷം സംസാരിക്കരുത്. അദ്ദേഹം ഈ നാടിന് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാടിനു വേണ്ടിയല്ല, അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായ ഈ നാട്ടിലെ സമ്പന്ന വർഗത്തിന് വേണ്ടി. അല്ലാതെ പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ദിവാന്റെ ദുർഭരണം അവസാനിപ്പിക്കണം. ദിവാനെതിരെ ഈ സഭ ശബ്ദിക്കണം. നീ ഇവിടുന്ന് പോകാൻ നിന്റെ അണ്ണനാ പറയുന്നത്. പോകാൻ.
ശരി. ഫീസ് അപ്പ തരാൻ പറഞ്ഞു. ശരി എന്നാ. പോയിട്ട് വരേണ്ടി. ശരി മാ. വരാം മാമി. ശിവാമി, എന്നാ? അപ്പ എന്നാ ദിവാഞ്ചിയെ കാണാൻ പോകുന്നത്? തെരിയില്ലെന്നാ. പറേ. ശിവ എങ്ങടാ വൈറ്റി? ശിവൻ കൈലാസത്തില് പ്രസംഗിക്കാൻ പോയിരിക്കുക. അവൻ നന്നാവേ പേശുവാൻ. നല്ലാവേ പേശുവാൻ. ഇന്നലെ സഭയിലായിരുന്നു പ്രസംഗം. കലികാല ശിവൻ നെയ്ത്തിരി വെച്ചാലും മഠത്തിൽ നിലവിളക്ക് പോലും ശരിക്ക് കത്തുന്നില്ല. ശിവവൈഭവം. മഠത്തിന് ആയുസറ്റാൽ എല്ലാരും അനുഭവിക്കണം. ശുഭ്ദിൻ ഭഗത് സിംഗ് സാബ്. ഈ മീശയും തൊപ്പിയൊക്കെയാണ് ശിവസുബ്രഹ്മണ്യത്തിന്റെ ആവേശം. ഒരുപാട് സായിപ്പന്മാരെ വെടിവെച്ചു കൊന്നതിന് കിട്ടിയ കൊലക്കയറിന് മുന്നിൽ നിന്നും വന്ദേ മാതരം വിളിക്കാൻ കാണിച്ച ധൈര്യമുണ്ടല്ലോ. സമ്മതിച്ചിരിക്കുന്നു. കൊച്ചുസ്വാമി വണക്കം. നമ്മളെ എന്നെ ഈ കൊച്ചുസ്വാമി കിച്ചുസ്വാമി എന്നൊന്നും വിളിക്കരുതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള. എന്നാ കൊച്ചൊന്ന് വിളിക്കാം. അതാ ഭേദം. പക്ഷെ നിന്റെ ഈ കൊച്ചു കൈക്കുള്ളില് ഈ ശിവസുബ്രഹ്മണ്യത്തിനെ ഒതുക്കാമെന്നൊന്നും കരുതണ്ട. എന്നാ ദേശപ്രേമി കൊച്ചുസ്വാമി. അല്ല കൊച്ചു, ഇന്ന് രാത്രി എവിടെയാ പ്രോഗ്രാം? ഇന്നലെ സഭയിൽ നല്ല പ്രകടനായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞു. ഇങ്ങനെ പോയാൽ വന്ദേമാതരവും പാടി എന്നെ എടുത്തോണ്ട് ഒളിച്ചോടാനേ പറ്റൂ. ഒരു കൈയിൽ കുടിയും മറ്റേ കൈയിൽ നീ അല്ലേ ഭാഗ്യ? ഒരു കൈ ചട്ടവുമായി സുബലക്ഷ്മി അടുക്കളയിൽ തുള്ളി നിൽക്കുന്നുണ്ട്. സംഗീത ക്ലാസ് കഴിഞ്ഞല്ലേ? ഇങ്ങോട്ട് കയറുന്നില്ല, ഞാനൊരു ക്ലാസ് തരാം. എന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു. എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. ഒരു തിളക്കം കാണുന്നില്ലേ? ഇല്ല. പോയോ? കുറച്ചുമ്പോ ഉണ്ടായിരുന്നല്ലോ. സൂക്ഷിച്ചു. ഇല്ല. സൂക്ഷിച്ചു നോക്ക്. ഇല്ല. വരും, തിളക്കം വരും. നീ കണ്ണടച്ചു നോക്ക്. നീ കണ്ണടച്ചു നോക്ക്. കണ്ണു തുറക്കല്ലേ? കണ്ണു തുറന്നാൽ തിളക്കം വരും. നിനക്ക് എത്ര വേണം? 1 വേണോ 2 വേണോ? അണ്ണാ എന്താ? നിറച്ച് കഴിക്ക്. കെ.ജെ വിളിച്ച് നാട് തെട്ടാനുള്ളതല്ലേ അമ്മ. ഇന്നലെ സഭയിൽ വന്ന് വന്ദേമാതരം വിളിച്ച് ഇയാളങ്ങ് പോയി. എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. കാല് പിടിച്ച് മാപ്പ് പറയേണ്ടി വന്നു. ഇല്ലേ ശുദ്ധബ്രാഹ്മണൻ ശിവസുബ്രഹ്മണ്യൻ സഭയ്ക്ക് പുറത്ത്. ഏണ്ടാ ഇപ്പി പണ്ടേ. സമാധാനമായിട്ട് 2 ചൂട് ദോശ എന്നെ സമ്മതിക്കത്തില്ലല്ലേ? നീയാ ഈ മഠത്തിലെ സമാധാനക്കേട്. ഞാൻ കർശനമായിട്ട് പറയുക. കഴിഞ്ഞു. ഇന്ന് മുതൽ നിർത്തിക്കോണം എല്ലാം. കേട്ടമ്മ, നമ്മ പാർസാരഥി അയ്യങ്കാർ ദിവാനെ കാണാൻ പോകുന്നുണ്ട്. ഇവരുടെ ജോലി ശരിയായി കൊടുക്കാമെന്ന് സ്വാമി പറഞ്ഞിരിക്കുക. ജോലി ചെയ്ത് 10 കാശ് സമ്പാദിച്ച് ഇവിടെ കരുത്തിൽ കയ്യിലും ബലം വാങ്ങിച്ചിട്ട് കൊടുക്ക്. വെറുതെ അണ്ണനാണെന്ന് പറഞ്ഞ് നടന്നാ മതിയോ? ഇവിടെ കെട്ടിച്ചയക്കണ്ടേ? വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാൻ. നാട് നന്നായാലേ വീട് നന്നാവും. എന്താ? ശങ്കര, തന്നെ ഇതുവരെ പോലീസിലെടുത്തില്ലേ? ഓ, എന്നാ പറയാനാ കൊച്ചുമലയാളി. വലിയ സ്വാമി ദിവാനോട് പറഞ്ഞിട്ടുണ്ട്, എടുക്കുമായിരിക്കും. പോലീസ് പിന്നെ ആളെടുക്കുന്നു. കൊച്ചുമുതലാളി ഏതോ വലിയ പരീക്ഷ എഴുതാനാ മദ്രാസിൽ പോയെന്ന് കേട്ടു. പിന്നൊന്നും അറിഞ്ഞു. ഞാൻ ICS പരീക്ഷ എഴുതാൻ പോയതാ ശങ്കര. അത് പാസ്സായ വലിയ ഉദ്യോഗം കിട്ടുമായിരിക്കും അല്ലയോ? കിട്ടും. ഈ നാടൊക്കെ ഭരിക്കുന്ന ഉദ്യോഗം. ശങ്കരൻ നമ്മുടെ ശിവനെ കാണാറുണ്ടോ? പാട്ടുമഠത്തിലെ സ്വാമിയല്ലേ, കൊച്ചുമുതലാളിയുടെ പഴയ ദോസ്ത്. ഖദറിട്ട് സർക്കാസംഘം ഉണ്ടാക്കി കോൺഗ്രസ് കളിച്ച് നടക്കുക. ഖദറിട്ടവരെയൊക്കെ ഓടിച്ചിട്ട് തല്ലുവാ ദിവാൻ. എന്റെ പൊന്നു കുഞ്ഞ, എന്നെ ഒന്നും അറിയിക്കായിരുന്നില്ലേ? ഞാൻ കാറുമായിട്ട് ബോട്ട് കെട്ടി വരുമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഉണ്ണുണ്ണി അറിയിക്കാതിരുന്നത്. നിനക്കെങ്കിലും ഒന്ന് അറിയിക്കാമായിരുന്നടാ റിക്ഷ പോലീസേ. താൻ പോടും. ഓടോന്നോ? വലിച്ചോടോ, വലിച്ചോ. നിന്റെ ജീവിതം അവസാനം വരെ വലിച്ചോ. എന്താ പെട്ടെന്നൊരു വരവ്? റിട്ടേൺ എക്സാം കഴിഞ്ഞു. ഇനി ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം.
വായന ഇവിടെ വെച്ചാകാന്ന് കരുതി. വേണ്ട ബുക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേതായാലും നന്നായി കുഞ്ഞെ. ഇവിടെ ആകുമ്പോ വായന ശരിക്കും നടക്കും. ഉവ്വ. അതല്ല മുതലാളി, മധുരാശിയിലെ ഉണക്ക ദോശയും സാമ്പാറും പച്ചരിച്ചോറും എല്ലാം കൂടി തിന്നോണ്ട് വായിച്ചാൽ മനസ്സിലൊന്നും പതിയൂല. ഇവിടെ ആകുമ്പോ നല്ല മണിമണി പോലത്തെ മണിപ്പുട്ടും ചമ്പാവരി ചോറും കോഴിയും താറാവും ഇടയ്ക്കിടയ്ക്ക് അച്ചപ്പവും കൊള്ളപ്പവും എല്ലാം കൂടി തിന്നോണ്ട് വായിച്ചാ മനസ്സിൽ നന്നായിട്ട് പതിയും. അതുകൊണ്ടാ. ഉണ്ണുണ്ണി, ഉവ്വ. പെട്ടി വേഗം മോളിൽ കൊണ്ടുപോയി വെക്കലാന്നല്ലേ? പോയി കറങ്ങിയടിച്ച് നടക്കാതെ ഇവിടെ ഇരുന്ന് വല്ലതും വായിക്കാൻ നോക്ക്. ICS പാസ്സായാൽ തിരുവനന്തപുരത്ത് പോസ്റ്റിംഗ് തരാമെന്ന് ദിവാൻ ഏറ്റിട്ടുണ്ട്. അച്ചായ, ഉണ്ണുണ്ണി മാപ്പിള പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇതെന്ത് പറ്റി പെട്ടെന്ന്? പോയി കുളിച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. പഴം കുഴച്ചു നാം പുട്ടും കൂട്ടി തിന്നണം, ജീവരക്ഷ വേണമെങ്കിൽ കട്ടനും കുടിക്കണം. പരീക്ഷ കഴിഞ്ഞ അച്ചായ പിന്നെ ഒരു നിമിഷം പോലും മദ്രാസിൽ തങ്ങത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. എങ്ങനെ? APS, അമ്മണി പോസ്റ്റൽ സർവീസ്. ഓടി. അമ്മണി പറഞ്ഞ് ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ഞാനും. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എഴുത്തുകൊടുപ്പും അടക്കം പറച്ചിലൊക്കെ സമയം കളഞ്ഞാലേ പരീക്ഷയിൽ പൊട്ടും. പ്രണയം പൊട്ടി പാളീസാവും എന്റെ സർവീസ് കുഞ്ഞേ. ഇല്ല. അപ്പച്ചൻ ഇവിടെ ഇല്ല. കേട്ടില്ല. അപ്പച്ചൻ ഫാക്ടറിയിൽ നിന്ന് വന്നില്ല. അപ്പച്ചനെ ഞാൻ ഫാക്ടറി പോയി കണ്ടോളാം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കുറച്ചുകൂടി മുന്നോട്ട് നിന്നാൽ എനിക്ക് അമ്മണിക്കുട്ടിയെ ശരിക്കൊന്ന് കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ അപ്പച്ചനും എനിക്കും വിശേഷമൊന്നുമില്ല. അവിടെയും വിശേഷങ്ങളൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അച്ചായൻ നന്നായി പഠിക്കണം. അച്ചായന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം അമ്മണിക്കുട്ടി. ഇങ്ങനെ പ്രാർത്ഥനയും നാണവും ഒക്കെ ആയിട്ട് നടന്നാൽ മതിയോ എന്റെ അമ്മണിക്കുട്ടി? നാളെ വൈകിട്ടത്തെ പാട്ട് കുർബാനയ്ക്ക് വരണം. അങ്ങനെയെങ്കിലും കുറച്ചു നേരം കണ്ടോണ്ട് നിൽക്കാമല്ലോ. ഇന്റർമീഡിയറ്റ് ക്ലാസ് വാങ്ങിച്ച് പാസ്സാകാനാ ഞാൻ. മദ്രാശിയിൽ BA അഡ്മിഷൻ കിട്ടിയതാ. ഇതുപോലെ BA പാസ്സായി കഴിഞ്ഞാൽ ICS പോകണമെന്നുണ്ടായിരുന്നു. വീടന്റെ അപ്പച്ചൻ ഒറ്റ മോനായി പോയതുകൊണ്ട് കയർ ഫാക്ടറി പിടിച്ചിരുത്തി കണക്കെഴുതാൻ. എന്നാ പിന്നെ എന്റെ അമ്മണിക്കുട്ടിയെ കെട്ടുന്നവനെങ്കിലും ഒരു ICS കാരനാവണമെന്ന് എനിക്കൊരു നിർബന്ധം. അതിപ്പോ ഇങ്ങനെ അങ്ങ് ഒത്തു. മനസ്സ് ചോദ്യമെങ്കിലും അങ്ങ് നടത്തിയേക്കാമെന്ന് ഞാൻ തരകനോട് പറഞ്ഞതാ. പഠിത്തം കഴിഞ്ഞ് നടത്തുമ്പോ അതിന് പദവി ഒന്ന് വേറെയാണല്ലോ. കല്യാണത്തിന് ദിവാനെ കൊണ്ടുവരാൻ തരകൻ പറഞ്ഞിരിക്കുക. സ്റ്റേറ്റ് കോൺഗ്രസിനെ നശിപ്പിക്കാൻ ദിവാൻ അവസാനത്തെ മുറയിലേക്ക് കടന്നിരിക്കുന്നു. ദിവാൻ നമുക്കെതിരെ എന്ത് അക്രമം നടത്തിയാലും നമ്മൾ ചെയ്യുന്നതോ വാ മൂടിക്കെട്ടിയൊരു മൗനജാഥ. ചർക്കാ സംഘം അടിച്ചു ചേർത്ത് നമ്മുടെ വനിതാ പ്രവർത്തകരെ പോലീസ് വഴിയിലിട്ട് തല്ലിച്ചതച്ചപ്പോഴും മൗനജാഥ. ഇത് മാനം കെട്ട മൗനമാണ്. ഈ മൗനത്തിന് ഞാൻ കാണുന്ന അർത്ഥം ഭയം, ഭീതി. ദിവാനെ സ്റ്റേറ്റ് കോൺഗ്രസ് പേടിക്കുന്നു. ഇനിയെങ്കിലും നമ്മൾ പ്രതികരിക്കണം മേനോൻ സാർ. നമ്മളെ തല്ലിയാൽ നമ്മളും തല്ലണം. ബ്രിട്ടീഷ് ഭരണത്തിന്റെ മറവിൽ ദിവാൻ അഴിഞ്ഞാടുകയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇന്ത്യക്ക് വാളുണ്ടായിരുന്നെങ്കിൽ അത് ഉറയിൽ നിന്ന് ഊരാനുള്ള പോർവിളി മുഴക്കമായിരുന്നു എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. പക്ഷെ നമുക്ക് വാളില്ല. അതുകൊണ്ട് നമ്മുടെ മാർഗവും അതല്ല. ഭഗത് സിംഗിനെയും കൂട്ടരെയും തൂക്കിലേറ്റിയപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് മറ്റൊന്ന് പ്രഖ്യാപിച്ചു. അടിമ ഭാരതം 1000 ഭഗത് സിംഗുമാരെ ആവശ്യപ്പെടുന്നുവെന്ന്. നമുക്ക് വാളില്ലാഞ്ഞിട്ടില്ല. അക്രമരാഹിത്യത്തിന്റെ ഉറയിലിട്ട് മനഃപൂർവ്വം തുരുമ്പെടുപ്പിക്കുക. ആത്മാഭിമാനത്തിന് തുരുമ്പെടുക്കുന്നതിന് മുമ്പെങ്കിലും ആ വാളൂരി അങ്ങ് വെട്ടണം. ശിവസുബ്രഹ്മണ്യം, അക്രമരാഹിത്യമാണ് നമ്മുടെ വഴി. ഒരു കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഒരു കോൺഗ്രസ്സുകാരന് സത്യം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നാണ് മേനോൻ സാർ പറയുന്നത്. എന്ന് മേനോൻ സാർ പറഞ്ഞില്ലല്ലോ. അല്ല, ആ പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാ. ശിവൻ പറഞ്ഞതാ ശരി. മൗനജാഥ കൊണ്ടൊന്നും കാര്യമില്ല. തല്ലിയ തിരിച്ചു തല്ലണം. ആ വാക്ക് പിൻവലിക്കണം. ഞങ്ങളാരും ഗുണ്ടകളല്ല. ഇരിക്കുക. പ്രാദേശികമായ ഒരു വികാര പ്രകടനം മാത്രമാണിത്. ഈ വികാരത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ധർമ്മയുദ്ധം ഒരു ദിവാനെതിരെയല്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയാണ്. ഈ സമരത്തിന് ഒരു ദേശീയ നയമുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ ദേശീയ വികാരമുണ്ട്. ഈ ദേശീയ സമരത്തിന്റെ ചങ്ങലയിലെ ശക്തിയുള്ള ഓരോ കണ്ണികളാവുക എന്നതാണ് ഓരോ കോൺഗ്രസുകാരുടെയും ധർമ്മം. കോമേഴ്സ് പഠിച്ച് കോൺഗ്രസ് ആയി അല്ലേ ശിവ?
ഉർമിസേ, മനസ്സ് പറയുന്ന മാത്രം കേൾക്കുന്ന ഒരു ശരീരമാണ് എൻ്റെത്. എന്റെ മനസ്സ് മുഴുവൻ ഇപ്പോ ഭഗത് സിംഗ് ആണ്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ദിവാന്റെ ഗുമസ്ത പണിക്ക് പോയാൽ 5-6 ചക്രം കിട്ടുമായിരിക്കും, പക്ഷെ ഉറക്കം കിട്ടില്ല. അതൊക്കെ പോട്ടെ, എന്തായി തന്റെ ICS? ഞാനും ഒരു കൺഫ്യൂഷനില്ല. പഠിത്തം കഴിഞ്ഞാൽ വലിയ ഉദ്യോഗമൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ സായിപ്പിന്റെ കീഴിൽ തന്നെയല്ലേ ജോലി ചെയ്യേണ്ടത്? അവന്റെ കോട്ടുമിട്ട് അവന്റെ ഭാഷയിൽ ജനിച്ച മണ്ണിനെ ചതിച്ച് ഭരിക്കുക. തെറ്റിലേക്കല്ലേ യാത്ര എന്നൊരു തോന്നൽ. പോവാം. വന്ദേ മാതരം. താനിതപ്പോ കോൺഗ്രസ് ചേർന്നടോ മയഞ്ചേരി? ഇപ്പൊ വരുന്ന വഴിക്ക് തല്ല് കൊള്ളുന്ന കോൺഗ്രസ് അല്ല, തല്ല് കൊടുക്കുന്ന കോൺഗ്രസ്, ശിവസുബ്രഹ്മണ്യജിയുടെ കോൺഗ്രസ്. അത് ശരി. അപ്പൊ തല്ലാനാണല്ലേ കോൺഗ്രസ് ചേരുന്നത്? എന്നല്ലേ ജി, സാഹസികനായ ശിവസുബ്രഹ്മണ്യജിക്ക് ഒരു സഹായിയാവുക. കിടക്കാനൊരിടവും അല്പാഹാരവും ദിവാനെ ഞാൻ താഴെ ഇറക്കി തരാൻ ശിവസുബ്രഹ്മണ്യജി. താഴെ ഇറക്കാൻ വരട്ടെ, ഞാൻ പറഞ്ഞിട്ട് മതി. ഇപ്പൊ താൻ മോളിൽ പോയിരിക്കെ, ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. ശരി ശിവസുബ്രഹ്മണ്യജി. താൻ എന്നെ ശിവാന്ന് വിളിച്ചാ മതി. ശരി ശിവാജി. താൻ മോളിൽ പോയിരിക്കെ. ഇവിടെ പട്ടിജി ഉണ്ടാവുമോ? മോനെ, ഇത് കാറിലോട്ട് വെക്കടാ. രാമേന്ദ്രേട്ടാ, എന്റെ കാര്യം കൂടെ വലിയ സമയം ഓർപ്പിച്ചേക്കണം. ശരി, ഞാൻ ഏറ്റു. വേണി, அந்த கிருஷ்ணன் கடன் வாங்கின பணம் இனி கிடைக்கலையா? அடிக்கடி கேட்டு வாங்கினான்னு வேணும். என்ன வைத்தி, என்ன ഇത്? ശിവന്റെ കാര്യം ദിവാൻജിയോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു ജോലി ശരിയായി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ദിവാന്റെ പ്രതിഭ അനാച്ഛാദനമാണ്. അവിടെ വലിയ ആളും ബേളൊക്കെ ആയിരിക്കും. നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോക്കട്ടെ. ജോലി കിട്ടിയാൽ അവൻ ആദ്യം അവന്റെ കീജെ വിളിയൊക്കെ നിർത്തി നന്നാവട്ടെ, എന്നിട്ട് ആലോചിക്കാം. നല്ല വരവാ മുതലാളി. 4-5 വള്ളവും കൂടി അങ്ങ് വാങ്ങിച്ചിടാമായിരുന്നു. മാറി നിൽക്കണല്ലോ, വള്ളത്തിൽ തൊട്ടുപോകരുതാരും. എന്താണ് പ്രശ്നം? ഞങ്ങൾക്ക് അന്തസ്സായിട്ട് കൂലി എന്നിട്ട് മതി കച്ചവടമൊക്കെ. അത് പറയാൻ നീ ആരാ? തൊഴിലാളി. രാവെന്നോ പകലെന്നോ ഇല്ലാതെ മഴയത്തും വെയിലത്തും വഞ്ചി തുഴഞ്ഞ് മീനുമായി കരക്കെടുക്കുമ്പോ മീൻ മുഴുവൻ നിങ്ങളുടെ അതിന് നടപ്പില്ല. അവിടെ എന്താണ് പ്രശ്നം? അന്തസ്സായിട്ട് കൂലി കൊടുത്തിട്ട് മതിയെന്ന് കച്ചവടമൊക്കെ. ഓഹോ, എന്നാ പിന്നെ അന്തസ്സായിട്ട് കൂലി കൊടുത്തിട്ട് തന്നെ കച്ചവടം ഉറപ്പിക്കാം. പിടിച്ച് കെട്ടണ അവനെ. എന്താ മൈതുട്ടി? നമ്മുടെ ശ്രീധരന്റെ കടപ്പുറത്ത് തെങ്ങ കെട്ടിയിട്ട് അടിക്കുന്നു. എന്തിന്? കൂലി കൂട്ടിട്ട് വെച്ചേ. അടിക്കടാ, അടി. മൈതുട്ടി അയച്ചോടാ. അരിഞ്ഞ് കടലിൽ തള്ളാ. Hey!
കൂലി കൂട്ടി ചോദിച്ചാൽ തല്ലി ഒതുക്കാൻ ആ ഭാവമെങ്കിൽ ഇനി നിങ്ങളുടെ ഒരു വെള്ളം ഈ കടലിൽ ഇറങ്ങത്തില്ല. ദിവാനോട് അടുപ്പമുണ്ടെന്ന് കരുതി ഒരുപാട് മുതലാളിമാർ ഇവിടെ ചിന്ന ദിവാൻമാരാകുന്നുണ്ട്. അത് ഇനി നടക്കത്തില്ല. തല്ലിയാ തിരിച്ചില്ല, അത് ഉറപ്പാ. ഉർമീസിന്റെ അപ്പച്ചനായതുകൊണ്ടാ ഇപ്പൊ നിങ്ങളെ വെറുതെ വിടുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ കെട്ടിയിട്ട് തല്ലിയാനെ. അടിക്കുന്നവൻ അടി കൊള്ളുന്നവന്റെ വേദന അറിഞ്ഞിരിക്കുന്നതല്ല. സ്വാമി ഇറങ്ങി വേടാ, ഇറങ്ങി വരാൻ. സ്വാമി ഇറങ്ങി വേടാ, ഇവിടെ ഇറങ്ങി വരാൻ. ശിവസ്വാമി ഇറങ്ങി വേടാ, ഇവിടെ ഇറങ്ങി വരാൻ. എടാ സ്വാമി ഇറങ്ങി വേടാ. ശിവസ്വാമി മാപ്പിളശ്ശേരി വീട്ടിലാണോ നിന്റെ ഈ ഉണക്കം മഠത്തിലാണോ കരുത്തുന്നത്? ഇപ്പൊ കാണിച്ചാ. ഇറങ്ങി വേടാ സ്വാമി. എന്താ തോന്നി? അപ്പച്ചൻ അയച്ചിട്ട് വന്നതാണോ അതോ നിന്റെ സ്വന്തം നിലയ്ക്ക് വന്നതോ? കൊച്ചുമോലാളി ഇതോടുണ്ടാ. അതാ ഉർമീശ എനിക്ക് പറയാനുള്ളത്. താൻ ഇതിൽ ഇടപെടണ്ട. നമുക്ക് തല്ലി തന്നെ തീരുമാനം ഉണ്ടാക്കാം. ഇങ്ങനെ സംഘം ചേർന്ന് വടിവാളുമായി വരുമെന്ന് അറിഞ്ഞുകൊണ്ടാ ഞാൻ എല്ലാം ചെയ്തത്. അണ്ണാകത്ത് പോണ, അണ്ണാകത്ത് പോ. നീ പോ. ഞാനാ പറയുന്നത്. പട്ടികളെ ഈ ഗുണ്ടാ പൈസകൾ കൊടുക്കുന്നതിന്റെ പകുതി കാശ് മതിയോടോ കഷ്ടപ്പെട്ട് കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ടിരുന്ന പാവങ്ങൾക്ക് കൂലി കൊടുക്കാൻ. ഒന്നും നീ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. അന്യായമാ അപ്പച്ചൻ കാണിക്കുന്നത്. അപ്പച്ചനെ തിരുത്താൻ പഠിപ്പിച്ചത് കതറിട്ട തെണ്ടിയായിരിക്കും. കാശ് മുടക്കി ഞാൻ പഠിപ്പിക്കുന്നത് മാത്രം നീ പഠിച്ചാ മതി. ഇങ്ങനത്തെ അന്യായ കാശാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പണ്ടേ ഞാൻ പഠിപ്പ് നിർത്തിയേനെ. ഇപ്പൊ മോൻ അറിഞ്ഞല്ലോ, പഠിത്തം അങ്ങ് നിർത്തിയേരെ. അപ്പച്ചന്റെ കയ്യിൽ അന്യായ കാശേ ഉള്ളൂ. അതിന് നെയ്യും പാലും ഓട്സും ഒക്കെ കാച്ചി കുടിച്ചാ ഇയാൾ ഇത്രയും ആയത്. ഇപ്പൊ ദഹനക്കേട് തോന്നുന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കേ. സ്വന്തമായിട്ട് ന്യായമായ കാശുണ്ടാക്കിക്കൊണ്ടുവാ. അപ്പച്ചൻ കാലും നീട്ടിയിരുന്നുണ്ടോളാ. അപ്പച്ചന്റെ കണക്ക് പുസ്തകത്തിൽ എന്റെ പേര് ഉണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ആ പേരങ്ങ് വെട്ടിയരപ്പച്ച. ഇത്രയും കാലം വളർത്തിയതിന്റെ കടം ഞാൻ തീർത്തോളാം. ഇറങ്ങി പോടാ തെണ്ടി. അവന്റെ ഒരാത്മാഭിമാനം. എന്ന് വെച്ച് കുഞ്ഞിങ്ങനെയൊന്നും കാണിക്കരുത്. ഓട്ടടി ബോട്ടിയെത്തി വരെ പോയിട്ട് കറങ്ങിയടിച്ചെങ്കിൽ വരും. അല്ലാണ്ട് ഇവരൊക്കെ എവിടെ പോകാനാ? വായിക്കാനും എഴുതാനും ഒരു കസേരയും മേശയുണ്ട്. ആവശ്യത്തിന് വിളിച്ചു. അതാണല്ലോ മാപ്പിളശ്ശേരി തറവാട്ടിൽ ഇല്ലാത്തത്. സ്വസ്ഥമായിട്ട് ഇവിടെ കൂടാം. വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ ശിവ? വീട്ടുകാർക്കല്ലെങ്കിലും ഞാനൊരു ബുദ്ധിമുട്ടാ. പോരാഞ്ഞിട്ട് നാട്ടുകാർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ശ്രമത്തില. എന്നാലും ജ്യേഷ്ഠനോട് പറയേണ്ട ഒരു മര്യാദ. അങ്ങനത്തെ മര്യാദ ഒന്നും ഞാനിവിടെ കാണിക്കാറില്ല. താഴെ ഗായത്രി മന്ത്രവും ഇവിടെ സ്വാതന്ത്ര്യ മന്ത്രവും. താനിരിക്കേ, അടുക്കളയിൽ ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ഭാഗ്യം, ദോശയോ ഇഡ്ഡലിയോ എന്താന്ന് വെച്ചാൽ എടുക്ക്. ഒരു തംബ്ലർ വെള്ളവും. ശരിയെന്നാ. എന്തോന്ന് ശരിയെന്നാ? ദോശേന്റെ ചുട്ടാലേ ഉള്ളൂ. അല്ല, സ്ഥിരതാമസനാണോ? കുറച്ചാളത്തേക്ക്. നിനക്കറിയാമോ, സംഗീതം ദാനം ചെയ്യുന്ന മഠമാണിത്, ത്യാഗരാജ മഠം. ഇപ്പൊ പാട്ട് പഠിപ്പിക്കാൻ കുട്ടികളുടെ കാശ് വാങ്ങിക്കണത് നിവൃത്തികേട് കൊണ്ടാണ്. പിന്നെയുള്ള ആകെ വരുമാനം കുറച്ച് പാട്ടതല്ല. എന്താ നിന്റെ ഉദ്ദേശം? ഇന്നലെ വഴിപാടുമായിട്ട് വെട്ടാൻ ആളുകൾ വരുന്നു. ഇപ്പൊ തരകമലയുടെ മോനെ മോളിൽ കയറി താമസിപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ ഇതൊക്കെ? നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയോ അതോ കെട്ടിക്കാൻ പ്രായമായ പെങ്ങൾക്ക് വേണ്ടിയോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം എന്റെ കയ്യിലില്ല. ഉർമീസ് ഇപ്പൊ ഇവിടെ താമസിക്കുന്നു. അയാൾക്ക് വേണ്ടതെല്ലാം എനിക്ക് ചെയ്തു കൊടുത്തേ പറ്റൂ. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ തോന്നിവാസത്തിന് തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയാൽ അതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് ഈ പ്രസ്ഥാനമായിരിക്കും. ശിവസുബ്രഹ്മണ്യം കാണിച്ചത് അച്ചടക്കമില്ലായ്മയാണ്.
ഈ ശ്രീധരനെ ന്യായമായ കൂലി ചോദിച്ചതിന് തെങ്ങിൽ കെട്ടിയിട്ട് അടിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല മേനോൻ സാർ. അത് അച്ചടക്കമില്ലായ്മ ആണെങ്കിൽ അച്ചടക്കമില്ലായ്മ തന്നെ. ശ്രീധരനെ തല്ലിയത് അന്യായമാണ്. പക്ഷേ തരകൻ മുതലാളിയോട് സമാധാനപരമായി സംസാരിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. സമാധാനപരമായി സംസാരിച്ചു. തല്ലി സംസാരിക്കുന്നവരോട് തല്ലി തന്നെ സംസാരിക്കണം. മുതലാളിമാരുടെ അടിമകളല്ല തൊഴിലാളികൾ. തൊഴിലാളിയും മുതലാളിയും ഇതൊരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണ്. അതെ, സോഷ്യലിസ്റ്റ് ചിന്താഗതി തന്നെയാണ്. എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതേ ചിന്താഗതിയാണ്. പ്രാദേശിക അക്രമങ്ങൾക്ക് നേരെ സമാധാനത്തിന്റെ പേരിൽ കണ്ണടച്ചിരിക്കാൻ ഇനി പറ്റില്ല. ദേശീയ നേതൃത്വം അനുശാസിക്കുന്ന നയത്തിനെതിരെ ശബ്ദിക്കുന്നവർക്ക് ഈ പ്രസ്ഥാനത്തിൽ സ്ഥാനമില്ല. വേണ്ട, കൂടിയിരുന്നുള്ള ഈ അടക്കം പറച്ചിലിനോട് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. പ്രതികരണ ശേഷിയുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ശിവസുബ്രഹ്മണ്യം, ക്ഷമിക്കണം സാർ. രണ്ടാശയങ്ങളുമായി ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം സാറിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. വരട്ടെ. ഇതുപോലെ ബംഗാളിലും ആന്ധ്രയിലും ഒക്കെ കോൺഗ്രസിൽ ഒരു സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സോഷ്യലിസത്തിന്റെ ഉറവിടം മാർക്സിസമാണ്. ഒരേ ലക്ഷ്യത്തിലേക്കുള്ള രണ്ട് വഴികൾ. സാറാ കുട്ടി, വരൂ വരൂ. മാഞ്ചേരി വാ. ഞങ്ങളും എങ്ങോട്ടാ ജി? വാടോ ജി. ആ ജി. എന്താ ഇത്? കരയാതെ. മുതലാളി പറഞ്ഞിട്ട് വന്നതാ, നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പച്ചൻ വല്ലാതെ വിഷമിച്ചിരിക്കുക. അച്ഛായ വീട്ടിലോട്ട് പോ. ഇന്നലെ അമ്മണിയുടെ അപ്പച്ചൻ വന്നിരുന്നു. അമ്മണിയും വിഷമിച്ചിരിക്കുക. വീട്ടിലോട്ട് പോകാൻ മുന്നേ തൽക്കാലം ഞാൻ എങ്ങോട്ടും ഇല്ല. നിങ്ങൾ പൊയ്ക്കോ. ദേശപ്രേമിയെ കോൺഗ്രസ്സുകാർ ഇറക്കി വിട്ടെന്ന് കേട്ടു. ഇറക്കി വിട്ടതൊന്നുമല്ല, ഇറങ്ങിപ്പോന്നതാ. ഫലത്തിൽ ഔട്ട്. നന്നായി. മനസമാധാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാമല്ലോ. ഈ കതറിട്ട് അന്ന് മുതൽ കുഴപ്പം. എന്നാൽ എന്റെ ശിവകാമിയ മളെ, കൂടുതൽ കുഴപ്പത്തിനുള്ള വഴികൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുക ഞാൻ. കണ്ടുപിടിക്കാൻ വരട്ടെ. എന്റെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ വരികയാ. ഈ കതറൊക്കെ അയച്ചു വെച്ച് നല്ല മസിലിൻ പട്ടുടുപ്പൊക്കെ ഇട്ട്, കാതിലൊരു വൈരക്കടുക്കനൊക്കെ ഇട്ട്, അതെ, കടുക്കനും ഇട്ട് നേരെ ദിവാൻജി പോയി കാണുന്നു. ദിവാൻജി ജോലി തരുന്നു. ദിവാൻജി തരും. ചെറിയ ജോലിയൊന്നുമല്ല, പേഷ്കാരുദ്യോഗം തന്നെ തരുന്നു. പേഷ്കാരെങ്കിൽ പേഷ്കാരൻ. അങ്ങനെ പേഷ്കാർ ശിവസുബ്രഹ്മണ്യ അയ്യർ സാക്ഷാൽ പാർത്ഥസാരഥി അയ്യരെ കാണുന്നു. കാണുമല്ലോ. അടുത്ത ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടക്കുന്നു. ശാന്തി മുഹൂർത്തം തിരുവനന്തപുരത്ത് പേഷ്കാരുടെ ബംഗ്ലാവിൽ വെച്ച്. അതെ, ബംഗ്ലാവിലെ ആട്ടുകട്ടിലിൽ കെട്ടിപ്പിടിച്ച്. ആട്ടുകട്ടിൽ എന്നെ കെട്ടിപ്പിടിച്ച് ആടി 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 ആട്ടമൊക്കെ പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ. പേര് രാമൻ തിരുമുൽപ്പാട്, സഖാവ് രാമൻ തിരുമുൽപ്പാട്. കമ്മ്യൂണിസ്റ്റുകാർ പരസ്പരം പേര് വിളിച്ചല്ല സംബോധന ചെയ്യേണ്ടത്, സഖാവേ എന്നാണ് വിളിക്കേണ്ടത്. സഖാവ് എന്ന വാക്കിന് സുഹൃത്ത് അല്ലെങ്കിൽ യാതൊന്നും പ്രത്യുപകാരമായി ആഗ്രഹിക്കാത്ത സതീർത്ഥ്യൻ എന്നാണ് അർത്ഥം. ഇതുപോലെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും മലബാറിലും സംഘടിച്ചു കഴിഞ്ഞു. തെളിവിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ളത് ഒളിവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ചുവന്ന പതാകയിൽ അരിവാളും ചുറ്റികയും, അതാണ് നമ്മുടെ അടയാളം. ICS means Indian Civil Service. When there is no live civilian in this country, what is the relevance of a civil service? ഞാനും ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. Good. Earlier the better. സഖാവിനെ എന്നാ ഇങ്ങോട്ട്? ഞാൻ സഖാവ് ശിവനുമായി ബന്ധപ്പെട്ടോളാം. തിരുമുൽപ്പാട് ഒരു പാട് തന്നെയാണ്. എന്നാ ഇംഗ്ലീഷാണ്. കൃഷ്ണ ഹരേ രമ ഹരേ കൃഷ്ണ ഹരേ. ശ്രുതി കലങ്ങി കിടക്കുക. അതെ അതെ, മഠത്തിലെ ശ്രുതിയാ കലങ്ങി കിടക്കുന്നത്. നിങ്ങൾക്ക് പറയാൻ വേണമെങ്കിൽ ഞാൻ പറയാം. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ചമച്ചു പോടേണ്ടത്? ആദ്യം ഒരാൾ വന്നു, പിന്നെ ഒരാൾ വന്നു. ഇതെന്താ സത്രാണോ?
ശിവനില്ലേ? ആര്? ശിവസുബ്രഹ്മണ്യം. ആ, മുകളിലുണ്ട്. ഓ, ആ, എന്താ ശ്രീധര? ഈ നൂറുദ്ദീൻ കയർ ഫാക്ടറി തൊഴിലാളിയാ. ഇവരുടെ ഒരു കാര്യം പറയാനാ വന്നത്. വേതനം കൂട്ടണമെന്ന് തൊഴിലാളികൾ പറയാൻ തുടങ്ങിയിട്ട് 6 മാസമായി, ഒരനക്കവുമില്ല. ഇനിയെങ്കിലും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ തൊഴിലാളികൾ കഷ്ടത്തിലാവും. നിങ്ങൾ സായിപ്പിനോട് നേരിട്ട് സംസാരിച്ചില്ലേ? നേരിട്ട് സംസാരിച്ചില്ല. മാനേജറെ ഇടനിലക്കാരൻ. അയാൾ എന്തൊക്കെയാ സായിപ്പിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അറിയില്ല. ശിവൻ നേരിട്ട് സാഹിബിനോട് സംസാരിച്ചാൽ കാര്യം ശരിയാവും. ഞാൻ വരാം, നാളെ തന്നെ സംസാരിക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങാം. ശ്രീധരൻ നാളെ അവിടെ കാണില്ലേ? ഉണ്ടാവും. ആ, ശരി. പാർട്ടി വളർന്നു തുടങ്ങിയല്ലേ ശിവ? സായിപ്പിനോട് സംസാരിച്ചു നോക്കാം. നടന്നു കിട്ടിയ വലിയൊരു നേട്ടമല്ലേ. ഉർമീസ് വരുന്നോ? സായിപ്പ് വല്ല ലോ പോയിന്റ് കയറി പിടിച്ചാ തിരിച്ചു കയറി പിടിക്കാൻ കൂടെ ഒരു BL-കാരനുള്ളതൊരു ശക്തിയാ. പിന്നെന്താ, ഞാനും വരാം. ശിവനിപ്പോ ആരാന്നറിയോ? ലീഡർ ഇൻ ദ മേക്കിംഗ്. സായിപ്പ് ഇപ്പൊ വെള്ളം കുടിക്കായിരിക്കും. 1-2 ലാപ്പ് പോയിന്റുകൾ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടേ. ഒന്നും വിട്ടുപോകാതിരുന്നാ മതിയായിരുന്നു. No! How can it be? It's impossible. Look, Mr. William Goodacre, you have to change your attitude. We have come for a compromise, and you are getting agitated. You cannot be hostile to us in our land. The workers' demand is not for the share of your profit. They are asking only for a minimum raise in their wages, which sounds very reasonable. I warn you, sir, if you do not agree to this minimum demand, the workers will go for an indefinite strike. സായിപ്പ് സമ്മതിച്ചു. 3 മാസത്തെ മുൻകാല പ്രാബല്യത്തോടു കൂടി കൂലി വർധനവ് തരാനാണ് തീരുമാനം. സഖാവ് ശിവൻ, സഖാവ് ശിവൻ, സഖാവ് ഉർമീസ്, ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. കയർ ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടി ഗുഡേക്കർ സാഹിബിനോട് സംസാരിക്കാൻ ആ ശിവനോടൊപ്പം ഉർമീസും ഉണ്ടായിരുന്നു. വലിയ തൊഴിലാളി നേതാവാ ഇപ്പൊ ഉർമീസ്. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ എനിക്ക് അമ്മിണിയുടെ കാര്യത്തിൽ മറ്റൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഒന്നേ വീട്ടിലോട്ട് വാ, അല്ലെങ്കിൽ കുഞ്ഞ് മദ്രാസിലോട്ട് പോകും. ദാ മുതലാളി അതിനുള്ള കാശും തന്നിട്ടുണ്ട്. വേണ്ട ഉണ്ണുണ്ണി. അപ്പോ തൊഴിലാളി നേതാവാകാൻ തന്നെയാണ് തീരുമാനം. പുത്തൂരാ മുതലാളി ഇങ്ങനെ വന്നിരുന്നു. അമ്മടി കുഞ്ഞിനെ വേറെ കെട്ടിക്കോന്ന് പറഞ്ഞു. ആ കാര്യത്തിന് കൂടി ഒരു തീരുമാനമെടുക്കണം. നേതാവ് ഇവിടെയും തൊഴിലാളികൾക്ക് കൂലി കൂട്ടി കൊടുക്കണമെന്ന് പറയാൻ വന്നതായിരിക്കും. ഉർമീസിന് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? എന്റെ മോളെ കെട്ടിച്ചേരാൻ വേണ്ടി പറയുന്നതല്ല. ചോരത്തിളപ്പിൽ ഇങ്ങനെ പലതും തോന്നും. പഠിച്ച് അന്തസ്സുള്ളൊരു ജീവിതം ഉണ്ടാക്കാൻ നോക്കും. ഞാൻ അമ്മിണിക്കുട്ടിയുടെ കാര്യം സംസാരിക്കാനാണ് വന്നത്. അമ്മിണിയുടെ കാര്യം സംസാരിക്കാൻ ഒന്നുമില്ല. മാപ്ലശ്ശേരി തരകൻ മുതലാളിയുടെ മകൻ ICS-കാരൻ ഉർമീസ് തരകൻ അമ്മിണിയെ കെട്ടും, അതുറപ്പാ. പക്ഷേ തൊഴിലാളി നേതാവ് ഉർമീസ് തരകൻ അമ്മിണിയെ കെട്ടത്തില്ല, അതും ഉറപ്പാ. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു അച്ഛൻ്റെ മനസ്സ് മാറണമെന്ന്. അച്ഛൻ തിരിച്ചു വീട്ടിൽ പോണം, പഠിച്ച് ICS എടുക്കണം. അമ്മിണിക്കുട്ടിക്കും ആ പദവിയാണ് ഇഷ്ടമല്ലേ? അല്ല, ഞാൻ വിളിച്ച എന്റെ കൂടെ ഇറങ്ങി വരൂ. മനസ്സിലായിട്ടല്ല, എന്റെ അപ്പച്ചന് ഞാൻ മാത്രമേ ഉള്ളൂ. ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് അപ്പച്ചനും. അമ്മച്ചയ്ക്ക് അവസാനത്തെ മുത്തം കൊടുത്തപ്പോ കോരിയെടുത്തത് അപ്പച്ചൻ എന്റെ തോളിൽ. എനിക്ക് വേണ്ടി എന്റെ അപ്പച്ചൻ ജീവിക്കുന്നത്. അപ്പച്ചന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എന്നെ നിർബന്ധിക്കരുത് അച്ഛായ. എന്റെ നിസ്സഹായത കർത്താവിന് മാത്രമേ അറിയൂ. എന്നെ വെറുക്കരുത് അച്ഛായ.
അമ്മണിക്കുട്ടി നിസ്സഹായ. എനിക്കിപ്പോ കുറ്റബോധം തോന്നുന്നു. ഉർമീഷ് മദ്രാസിന് തിരിച്ചു. പറയുന്നത് സഖാവ് ശിവനല്ല, പഴയ സ്നേഹിതൻ ശിവൻ. ഉർമീഷിന് വലിയൊരു ഭാവിയുണ്ട്. അന്തസ്സുള്ള ഉദ്യോഗം, ജീവിത സൗകര്യങ്ങൾ, സ്നേഹിച്ച പെൺകുട്ടി. അടുത്തെത്തി നിൽക്കുന്ന ഈ ആഗ്രഹങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുന്നത് അത്ര എളുപ്പമല്ല. പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട് ഉർമീഷിന്. അത് കാത്തു സൂക്ഷിച്ചാൽ മതി. ഞാൻ ഇനി മദ്രാസിന് പോകുന്നില്ല ശിവ. എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നത്. പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. താനും തന്നോടൊപ്പം വന്നതുകൊണ്ട് മാത്രം എന്നെ തോളിലേറ്റിക്കൊണ്ടു കിടന്ന പാവപ്പെട്ട തൊഴിലാളികളും. ഈ ICS കെട്ടുകാഴ്ച കൊണ്ട് എനിക്ക് നേടാവുന്ന സ്വകാര്യ സുഖങ്ങളെക്കാൾ എത്രയോ വലുതാണ് പാവപ്പെട്ട തൊഴിലാളികളുടെ പട്ടിണി പിഞ്ഞാണിയിൽ നമുക്ക് നേടിക്കൊടുക്കാനാവുന്ന അവർക്ക് അവകാശപ്പെട്ട അർത്ഥമുള്ള ഒരു പിടി ചോറ്. എനിക്ക് അഭിമാനം തോന്നുന്നു ഉർമീസ്. ഉർമീസ് തരകൻ മുതലാളിയല്ല, ഒരു സഖാവാണ്. അണ്ണ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആ, ഇരുന്ന് സംസാരിക്കാൻ നേരമുണ്ടോ നേതാവിന്? ശിവ, ഉക്കാറാ. ഭാഗ്യത്തിന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. നമ്മുടെ ഗോപാലകൃഷ്ണ അയ്യരുടെ മരുമകനാ പയ്യൻ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ അക്കൗണ്ടന്റാ. നല്ല കുടുംബം. കുട്ടി ത്യാഗരാജ മഠത്തിലേതായതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല. കേട്ടിട്ട് കൊള്ളാം. ആ, പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ഇവിടേക്കുള്ള ആളുകളുടെ ഈ വരവും പോക്കും നിർത്തണം. നമ്മുടെ ഈ മഠം പാർട്ടി ആഫീസാക്കാൻ പറ്റില്ല. அவன் சொன்னது வாஸ்தவமாக்கும். நோக்கு தெரியாதோ, நம்ம பாக்கியத்துக்கு நல்ல மங்கல்யம் வரப்போறது. நம்ம மடத்துக்கு கெட்ட பேர் வரக்கூடாது. நோக்கு எதுக்குடா இந்த பொல்லாப்பு? അപ്പൊ എന്നെ വിളിപ്പിച്ചത് ഭാഗ്യത്തിന്റെ കല്യാണക്കാര്യം പറയാനല്ല, എല്ലാവരെയും ഇവിടുന്ന് ഒഴിപ്പിക്കണമെന്ന് പറയാനാണല്ലേ? ഞാൻ ഒഴിഞ്ഞേക്കാം. നീ ഒഴിയണമെന്നല്ല പറഞ്ഞത്. നാട് മുഴുവൻ അറിഞ്ഞിരിക്കുന്നു നമ്മുടെ ഈ മഠം പാർട്ടിക്കാരുടെ താവളമാണെന്ന്. സഭയിലാണെങ്കിൽ എല്ലാരും എതിരും. ഇനി ഇത് കാരണം ഇവക്ക് വന്ന കല്യാണാലോചന മാറിപ്പോകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ. ഒരു കാര്യം കൂടെ തുറന്നു പറയുക ശിവ. ഇനി മുതൽ മുകളിലത്തെ താമസക്കാർക്ക് ഇവിടെ വെച്ചു വിളമ്പാൻ പറ്റില്ല. നിനക്ക് വേണമെങ്കിൽ താഴെ വന്ന് കഴിച്ചിട്ട് പോകാം. വേണ്ട, ഞാനും പോയേക്കാം. ഞാനിവിടെ താമസിച്ച എല്ലാവർക്കും പ്രശ്നം എന്നല്ല പറഞ്ഞത്. വേണ്ടെന്നാ, അവളുടെ കല്യാണം നടക്കട്ടെ. ഞങ്ങൾ നാളെ തന്നെ മാറിക്കൊള്ളാം. ശിവ, നില്ലടാ. പൈത്തി കൂപ്പിടവനെ. അപ്പുറം പേശല അമ്മ, ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ, വോട്ട് വരുന്നുണ്ട്. രക്ഷാ പോലീസ് ഇപ്പൊ രക്ഷാ പോലീസായി അല്ലടാ ശങ്കര. ഇടിച്ച് കൊമ്പ് കലക്കി ദിവാന്റെ സ്പെഷ്യൽ ഇൻസ്പെക്ടർ എന്താ പാണി? ഇൻസ്പെക്ടർ കൈമളല്ലേ? യെസ് സർ. ഫയൽസ് ഒക്കെ കൊടുത്തയക്കൂ, ഞാൻ എല്ലാം ഒന്ന് പഠിക്കട്ടെ. സർ. നമസ്കാരം, ഞാൻ തരകൻ. ആ, തരകൻ. ദിവാൻജി പറഞ്ഞിരുന്നു. ഇതാണ് സാറിന് താമസിക്കാനുള്ള ബംഗ്ലാവ്. എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. വന്നാട്ടെ. കണ്ണൂരിൽ നിന്ന് ഒരു സഖാവ് കൊണ്ടുവന്നതാ. സഖാവ് തിരുമുൽപ്പാടിന്റെ കഥ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്ന കാര്യം ദിവാൻ അറിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ചോർത്തി നമ്മുടെ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ദിവാൻ സ്പെഷ്യൽ ഇൻസ്പെക്ടർമാരെയും ഗുണ്ടകളെയും തൊഴിലാളി വേഷത്തിൽ CID-കളെയും രാജ്യമൊട്ടാകെ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ അടയാളവാക്യം പറയണം. അടയാളവാക്യം കാലാകാലങ്ങളിൽ മാറും. അത് അപ്പോഴപ്പോഴായി സഹാക്കളെ അറിയിച്ചുകൊണ്ടിരിക്കും.
നേതാവ് മാംസം കഴിക്കും? ഇല്ല. ഞാൻ കഴിക്കും. പ്രത്യേകിച്ച് ദിവാൻജിക്കെതിരെ ശബ്ദിക്കുന്ന ഏത് മൃഗത്തിന്റെയും മാംസം. ദേശീയ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം, അക്രമമല്ല. അക്രമരാഹിത്യമാണ് ഞങ്ങളുടെ പാത. കുറെ അവന്മാര് നിങ്ങളിന്ന് വിട്ടുപോയി ചോര തിളപ്പിച്ച് നടക്കുന്നുണ്ടല്ലോ. ആരൊക്കെ അവന്മാര്? താൻ പറയണ്ട, എനിക്കറിയാം. കമ്മ്യൂണിസ്റ്റുകള്. അവന്റെ അമ്മയുടെ അവനെയൊക്കെ ചുട്ടു തിന്നിട്ട് ഈ ദണ്ഡപാണി ഇവിടുന്ന് പോകൂ. താൻ പോകോ. എപ്പോ വിളിച്ചാലും വന്നോണം. എന്താണ് അതിന്റെ പേര്? ഊണുണ്ണി? ഊണുണ്ണാൻ തന്നെയാ ജനിച്ചത്, പക്ഷെ പേരതല്ല. ഉണ്ണുണ്ണി. ഉള്ളുണ്ണി. കാല കോഴി, അല്ല കോഴിക്കാല. ഇങ്ങോട്ട് താമസം മാറ്റി ഞാൻ അറിഞ്ഞില്ല. അല്ല, ഉർമിസുഞ്ഞ എവിടെ പോയി? ഇപ്പൊ വരും. അതെ, ദിവാന്റെ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. ദണ്ഡപാണി ഒരു കാലമാടനാ. കോഴിക്കാലിനിട്ട അവന്റെ കടി ഉണ്ടാവേണ്ടി പോലും വെച്ചേക്കത്തില്ല. തിന്ന കുടിക്കുക, വലിക്കുക. അയാൾ എന്നോട് ഒരു ദിവസം പറയാ, നന്നായിട്ട് തിന്നുകയും കുടിക്കുകയും ചെയ്താലേ ആരെങ്കിലും കുനിച്ചിരുത്തി ഇടിക്കണോന്ന്. ദേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളെ രണ്ടുപേരെയാ നോട്ടോട്ടിരിക്കുന്നത്. സൂക്ഷിച്ചും കണ്ട് നടന്നോണം. ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാ. ചൂടുവെള്ളം അനത്തിട്ടച്ച് പോന്നതാ. ഞാൻ ചെന്നിട്ട് വേണം ആ കാട്ടുപോത്തിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ. ദണ്ഡപാണി 78 അടി നീളവും 35 അടി വീതിയും അല്ലേ. ഞാൻ അവനിട്ട് ഒരെണ്ണം കൊടുക്കണോന്ന് വിചാരിച്ചതാ. പിന്നെ എന്റെ കുടുംബത്തെ പറ്റി അപ്പൊ ഞാൻ പോട്ടെ. കുഞ്ഞു വരുമ്പോ പറഞ്ഞേക്കണേ. തരകന്റെ മകൻ ഉറുമീസ്, മുതലാളിയുടെ മകൻ തൊഴിലാളി നേതാവ്. തരകൻ പറഞ്ഞിരുന്നു നിന്നെ ഒന്ന് ശുദ്ധീകരിച്ച് തിരിച്ചേൽപ്പിക്കണമെന്ന്. എനിക്കാണെങ്കിൽ ശുദ്ധീകരിച്ച് പരിചയമില്ല, നശിപ്പിച്ചേ പരിചയമുള്ളൂ. തരകന്റെ മകനായതുകൊണ്ട് കുറച്ചു സമയം തരാം. എല്ലാം വെച്ച് കെട്ടി തിരിച്ച് വീട്ടിൽ പോകണം. ഞാനിപ്പോ തരകൻ മുതലാളുടെ മകനല്ല, ഒരു ഇൻഡിവിജ്വലാണ്. ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് നീ കേൾക്കും, ഇല്ലെങ്കിൽ കേൾപ്പിക്കും. എന്താണ് എല്ലാവന്റെ മുഖത്തൊരു കമ്മ്യൂണിസ്റ്റ് നോട്ടം? നീ കമ്മ്യൂണിസ്റ്റ് അല്ലേ? ആരുടെ ശ്രീധരൻ നിന്റെ ഒക്കെ നേതാവ്? പറയടാ, ഏതാണ് അവന്റെ കൂടുതല്? എവിടാടി ശ്രീധരൻ? വള്ളത്തിൽ പോയിരിക്കുക. നീ കെട്ടിയോള രണ്ട് പെറ്റിട്ടും നല്ല ഉരുപ്പടിയാണല്ലോ നീ. നിനക്കെന്താ പണി? മീൻ കച്ചോട. എല്ലാം മൂടി വെച്ചാലോ? നീയും കമ്മ്യൂണിസ്റ്റ് ആണല്ലേ? എന്റെ നേരെ കൈപൊക്കി. നിന്നെ ഞാൻ പൊക്കിയിരിക്കും. അവൻ വരുമ്പോ പറഞ്ഞേക്ക്, ഇനി കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് സംഘം ചേർന്ന് നടന്നാ പിന്നെ കടലിൽ പോകത്തില്ല. സ്വാമി, സ്വാമി, സ്വാമി വരാൻ പറഞ്ഞിരുന്നു. അപ്പ പൂജാമുറിയില്ല. ഇന്നലെ ദിവാന്റെ ഇൻസ്പെക്ടർ ഇവിടെ വന്നിരുന്നു. ഇപ്പോ കമ്മ്യൂണിസ്റ്റാ അല്ലേ? അതെ. അപ്പോ ഈ ശിവകാമിയെ വേണ്ട? അങ്ങനൊന്നുമല്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഏറ്റവും വലിയ ലക്ഷ്യം നമ്മൾ ഒന്നിച്ചുള്ള ജീവിതമാണെന്നല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ അതൊക്കെ മറന്നു.
എന്നേക്കാൾ വലുതാണോ ഇപ്പോഴത്തെ ലക്ഷ്യം? അപകടത്തിലേക്ക് ഈ പോക്ക്. കൊച്ചുസ്വാമിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനുണ്ടാവില്ല. വാ. എന്തൊക്കെയാ ശിവ നീ കാണിച്ചു കൂട്ടുന്നത്? നീ ഇപ്പൊ മഠത്തിലേക്ക് ചെല്ലാറയില്ലെന്ന് വൈദ്യു പറഞ്ഞു. നാവടക്കുന്ന ബഹുമാനാവില്ല. ദിവാനെതിരെ സംഘം ചേരുക, അതൊരു ബ്രാഹ്മണൻ. ഊണൂരിട്ട് ഗായത്രി മന്ത്രം ജയിക്കുന്ന ഒരുവന് എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയാ? ആ, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ. ജോലിക്കാരെയൊക്കെ ഞാൻ ശരിയാക്കി തരാം. ദണ്ഡവാണിയോട് ഞാൻ ഏറ്റിരിക്കണം നിന്റെ കാര്യം. അയാളെ നേരിട്ട് കണ്ട് എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറയണം. നിന്നോടുള്ള വാത്സല്യം കൊണ്ട് പറയുക. അഗ്രഹാരവും ബ്രാഹ്മണ്യവും വിട്ടൊരു കളി ത്യാഗരാജമഠത്തിലെ ശിവസുബ്രഹ്മണ്യത്തിന് വേണ്ട. മനസ്സിലായില്ലേ? ആ, ഒരു പാവപ്പെട്ട തൊഴിലാളി സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അത് ആത്മഹത്യയാക്കി മാറ്റിയല്ലടാ പട്ടി.
മാസം 23-ന് വിവാഹം നടത്താം. നല്ല മുഹൂർത്ത. ശിവസുബ്രഹ്മണ്യം എവിടെ? അവനിപ്പോ ഇവിടെയല്ല താമസം. പിന്നെ എവിടെ? എവിടാണെന്ന് അറിയില്ല. അവനിങ്ങോട്ട് വരാറേയില്ല. ഇവിടെ ഒരു മംഗളഗർഭം നടക്കുകയാണ്. എന്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയ. അതൊക്കെ ഇനി വേറെ എവിടെയെങ്കിലും വെച്ച് നടത്തിക്കോ. വീട് കണ്ടുകെട്ടി സീൽ ചെയ്യാനുള്ള ദിവാൻജിയുടെ ഓർഡറാണിത്. ദിവാൻജിക്കെതിരെ ഗൂഢാലോചന, സംഘം ചേർ, പോലീസിനെതിരെ ആക്രമണം. സാർ, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല സാർ. കമ്മ്യൂണിസ്റ്റുകാർക്ക് താമസിക്കാൻ ഇടം കൊടുത്തിട്ട് അറിയില്ലെന്നോ? ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാ എടുത്ത് പടിക്ക് പുറത്തു പോക്കണം. മോളിൽ കയറി പരിശോധിക്കും. അവന്റെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിരിക്കണം. നിങ്ങൾ അങ്ങനെ പോകരുത്. ഞാൻ സ്വാമി, ശേഷണ, ശേഷണ, ഇത് ബ്രാഹ്മണർക്ക് മുഴുവൻ അപമാനാണ്. ഇനി എന്നെ ചെയ്യ മുടിയും? നമ്മുടെ സഭയിൽ നിന്ന് അവനെ പുറത്താക്കണം. നിൽക്കവിടെ. സ്വാമി, എന്റെ അമ്മ അണ്ണനൊക്കെ എവിടെ? അമ്മയും അണ്ണനുമോ? ഏതമ്മ ഏതണ്ണൻ? ആ വിചാരം നിനക്കുണ്ടായിരുന്നെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞു നീ കേൾക്കുമായിരുന്നു. താലിയെടുത്ത അമ്മയെയും താങ്ങാകുന്ന അണ്ണനെയും തെരുവിലാക്കില്ലടാ നീ. ഒരേ ഒരു പെങ്ങൾക്ക് വന്നേറി മാംഗല്യം കൂടെ മുടക്കില്ല നീ. പോയി അവര് പാലക്കാട്ടേക്ക്, നിന്നെ കാണാതിരിക്കാൻ, നിന്നെ കുറിച്ചൊന്നും കേൾക്കാതിരിക്കാൻ. വേദപ്പൊരുളറിഞ്ഞ ബ്രാഹ്മണകാണിയങ്ങൾ, ഇന്നു മുതൽ ഞങ്ങൾക്ക് തന്നെ വേണ്ട. നീ ഒരു ബ്രാഹ്മണല്ല. നിന്റെ ശരീരത്തിൽ കിടക്കുന്ന പൂണൂലിനെ ബ്രാഹ്മണ്യത്തെ തൂക്കിലേറ്റിയ കൊലക്കയറായി ഞങ്ങൾ കാണൂ. മായം ഞാനാ. അയ്യോ, നിക്കാൻ പറ്റണില്ല. പിന്നെ എങ്ങനെയാ നിക്കാ? ഇയാൾക്കിതെന്തു പറ്റി? ദണ്ണം എന്നെ ആ ദണ്ണവാണി ഇടിച്ച് കമ്മ്യൂണിസ്റ്റാക്കി. അയ്യോ, അവിടുത്തെ രഹസ്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് ചോർത്തുന്നു എന്നാണ് ആ കോഴിക്കാരന്റെ സംശയം. സംശയമല്ലല്ലോ, സത്യമല്ലേ. ചാരന്മാർക്ക് ഇടി സ്വാഭാവികം. ഞാനും ഇന്ന് മുതൽ കമ്മ്യൂണിസ്റ്റാ. ഞാനും നിങ്ങളുടെ കൂടെ നടന്നാൽ കമ്മ്യൂണിസ്റ്റ് ആവൂലേ? ആവൂല. ആദ്യം ഇൻക്വിലാബ് വിളിച്ചു സ്വയം പ്രഖ്യാപിക്കണം. എന്നിട്ട് അടയാളവാക്യം പറയണം. ഈ കാണുന്നതൊക്കെ പോരെ അടയാളം? ഇത് അടയാളമല്ല, ഇടിയാളം. അടയാളം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ചോദ്യം ചോദിക്കണം, അല്ലെങ്കിൽ ഉത്തരം പറയണം. ഞാൻ ചോദിക്കാം, വീടിയുണ്ടോ ഒരു തീപ്പെട്ടി എടുക്കാൻ? എങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത്?
ബീഡി വലിക്കാൻ ഒരു തീപ്പെട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാ പോരെ? ഓ എന്നാ പിന്നെ ബീഡിയുണ്ട് ഒരു തീപ്പെട്ടി വലിക്കാൻ എന്നാക്കാം. തല അങ്ങ് പോവും. ഇതാണ് എന്റെ ശരി, ആർക്കും മനസ്സിലാകാത്ത ശരി. പക്ഷെ ആ ശരി നീ മനസ്സിലാക്കണം. മനസ്സിന് ജീവനുണ്ടെങ്കിലല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. കോണൂല് വലിച്ചു പൊട്ടിച്ചപ്പോ എന്റെ കഴുത്തിൽ ഞാൻ കണ്ടിരുന്ന താലിയെ പൊട്ടി വീണത്. പൊട്ടി വീണത് കെട്ടുതാലിയല്ല, നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന യാഥാസ്ഥിതികത്വമാണ്. കോലങ്ങളില്ലാത്തൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വീടാണ് നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കാൻ ശ്രമിക്കുന്നത്. അവിടെ നമ്മൾ എന്തെങ്കിലും ഒരുമിച്ച് താമസിക്കുമെന്ന വിശ്വാസവും എനിക്കുണ്ട്. എനിക്ക് പേടിയാവുന്നു. പിടിച്ചു നിൽക്കാവുന്നിടത്തോളം പിടിച്ചു നിൽക്കാം. പക്ഷേ തളർന്നു വീഴുന്നത് മരിച്ചായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരുമിച്ച് ജീവിക്കും, നമ്മൾ ഒരുമിച്ച് ജീവിക്കും തീർച്ച. என்ன பார்சாரதி சௌக்கியமா? ஆமாம் சுவாமி. தண்டபாணி എപ്പോഴാ മീറ്റിംഗ്? സർ വൈകിട്ട് 5 മണിക്ക്. അച്യുതാനന്ദൻ, ചന്ദ്രസേനൻ, അങ്ങനെ പലരും സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ് നിലവിലുള്ള ഭരണത്തെ എതിർത്ത് നിയമപരിപാലകരായ പോലീസിനെ ആക്രമിച്ച് നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ തുടങ്ങിയതായി ഞാൻ അറിയുന്നു. ഞാൻ അവർക്ക് അവസാനമായി താക്കീത് നൽകുകയാണ്. മേലിൽ ഇത്തരം അക്രമങ്ങൾ ആവർത്തിച്ചാൽ ദേശദ്രോഹമായേ ഞാൻ അതിനെ കാണൂ. വേണ്ടി വന്നാൽ പട്ടാളത്തെ വരെ ഇറക്കി അടിച്ചമർത്തും. ഞാൻ അടിച്ചമർത്തും പോലും. ഇയാളെ പോലൊരു ദിവാനെ ഒന്നും വെച്ചു ഉറപ്പിക്കാൻ പാടില്ല, നശിപ്പിക്കണം. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് മുമ്പ് പാർട്ടി ഏറ്റെടുക്കേണ്ട ആദ്യത്തെ ദൗത്യം അതാണ്. ഈ ദിവാനെ നശിപ്പിച്ചാൽ മറ്റൊരു ദിവാൻ വരും. നശിപ്പിക്കേണ്ടത് ദിവാനെയല്ല, ദിവാൻ ഭരണത്തെയാണ്. രാമങ്കരി, ചേന്നങ്കരി, മാമ്പഴക്കരി, മൊത്തത്തിൽ കുട്ടനാട് കൊള്ളാം. നല്ല താറാവർച്ചയും ചമ്പാവരി ചോറും നിന്ന് ശരീരം ഒന്ന് നന്നാക്കണം. ശരീരം നന്നാക്കാനല്ല, കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാനാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആദ്യം ശരീരം നന്നാക്കുക, എന്നിട്ട് കർഷക തൊഴിലാളികളെ നന്നാക്കുക, എന്നിട്ട് പിന്നെ പോലീസിന്റെ ഇടി കൊണ്ട് മെലിയുക. ഇയാളുടെ ഒരു കാര്യം. ഇത് സഹാവ് ശിവൻ, സഹാവ് മായഞ്ചേരി. ഇത് ഞാൻ പറഞ്ഞില്ലേ പൊടിയൻ. എന്നാ ഞാൻ വിട്ടോട്ടെ, വീട്ടിൽ പിള്ളേർ മാത്രമേ ഉള്ളൂ. ബന്ധപ്പെട്ടോളാം. പൊടിയ പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ഓ പാം. ചെയ്യുന്ന ജോലിക്ക് ന്യായമായ കൂലി ചോദിച്ചു വാങ്ങണം. തൊഴിലാളി സ്ത്രീകളെ ജന്മിമാർ മാനഭംഗപ്പെടുത്തുന്നത് തടയണം. ഈ അന്യായത്തിനെതിരെ ശബ്ദിച്ചാൽ കൊന്നുകൊഴിച്ചു മൂടുന്ന കായൽ രാജാക്കന്മാരുടെ കൊടും ക്രൂരതകൾ അവസാനിപ്പിക്കണം. ഇതിനെതിരെ നമ്മൾ തയ്യാറാവണം. തൊഴിലാളി വർഗം തയ്യാറാവണം. നമ്മൾ സംഘടിക്കണം. അങ്ങനെ പണിക്കാരും പാടത്തിറങ്ങുന്നില്ല. പാടത്തിറങ്ങുന്നില്ലേ? ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്. പണിക്കാരെല്ലാം കമ്മ്യൂണിസ്റ്റുകളായി. കൂലി കൂട്ടി കൊടുത്തെങ്കിലേ പാടത്തിറങ്ങൂന്ന്. നമ്മുടെ പിള്ളേന്മാരോ കാളിയും കൊച്ചുകുട്ടിയും ശങ്കരനും എല്ലാം അവരുടെ കൂടാ. തൊഴിലാളികളെ തോന്നിയാസം പഠിപ്പിക്കാൻ ആലപ്പുഴ നൃത്തം വന്നിട്ടുണ്ട്. ഓഹോ, എങ്കിൽ അവൻ കൂടുതൽ പഠിപ്പിക്കുന്നതിന് മുമ്പേ കൊലയന്മാരെ നമുക്കറിയാമെന്ന് നമുക്ക് പഠിപ്പിക്കാം.
മുതലാളി, തമ്പിയങ്ങത്തെ മുതലാളി. ആരാടാ ഈ പാതിരാത്രിക്ക്? അടിയനാണ് തമ്പ്ര, ശിവൻ. അങ്ങൊന്ന് നെല്ലുപുരയിൽ കെട്ടിത്തൂക്കി പുഴുങ്ങാനിട്ടിരുന്ന പണിക്കാരെ അഴിച്ചുകൊണ്ട് പോന്നു. പകരം അങ്ങേത്തയുടെ ചട്ടമ്പിമാരെ തന്നെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. മാപ്പാക്കണം. ഓഹോ, അപ്പൊ നീയാണല്ലടോ വരുത്തൻ നേതാവ്. എടാ, എന്റെ പെലയന്മാരെ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും. ഞാനാ അവന്മാർക്ക് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത്. കെട്ടിത്തൂക്കിയെന്നിരിക്കും, ചിലപ്പോ കൊന്ന് കാലിൽ താത്തിയെന്നിരിക്കും. അത് എന്റെ അവകാശപ്പെടാം. കർഷക തൊഴിലാളികളായ ഞങ്ങളുടെ സഖാക്കളെ സംരക്ഷിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവകാശമാണ്. ചെല്ലും ചെലവും കൊടുക്കുന്ന കാര്യം പറഞ്ഞ് ഇനി ഒരു തൊഴിലാളിയെ തല്ലി ചതച്ചാൽ ഇന്ന് കെട്ടിത്തൂക്കിയ തന്റെ ചട്ടമ്പികളെ ആണെങ്കിൽ ഇനി തൂക്കുന്നത് തന്നെ ആയിരിക്കും. കേട്ടോടാ. നമ്മുടെ തൊഴിലാളികൾ പാടത്ത് പണിക്കിറങ്ങാതെ അവന്റെ കൂടെ ചുവന്ന കൊടിയും പിടിച്ചു നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിയാ. കൊയ്ത്ത് മുടങ്ങിയാൽ നമ്മൾ കുഴയും. അതുകൊണ്ട് അവന്മാരിപ്പൊ ചോദിക്കുന്ന അങ്ങ് ഇട്ടുകൊടുത്താ തൽക്കാലം ഒതുങ്ങും. നമ്മൾ ആവശ്യപ്പെട്ട കൂലി വർധനവ് തരാമെന്ന് മുതലാളിമാർ സമ്മതിച്ചിരിക്കുന്നു. കുട്ടനാട് കർഷക തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. കുട്ടനാട് കർഷക തൊഴിലാളി. ഞാനാ ഉണ്ണുണ്ണി. ഏതുണ്ണുണ്ണി? എന്തുണ്ണുണ്ണി? എവിടുന്നുണ്ണി? സഖാവ് ഉണ്ണുണ്ണി. സഖാവാണെന്ന് അടയാളം വാക്യം പറ. ബീഡി. ആ, ബീഡി. തീപ്പെട്ടി. തീപ്പെട്ടി. അത് ഞാൻ തരാം, ഞാൻ വലിക്കാം. സത്യം പറ. ദിവാനയച്ച CD അല്ലേ താൻ? ഉണ്ണുണ്ണി മീശ വെച്ച് സഖാവായതാണല്ലേ? ആ, നന്നായിട്ടില്ലേ മീശ? നന്നായിട്ടുണ്ട്. അതെയല്ലേ. നമ്മുടെ ശിവനില്ലേ ഇവിടെ? ചെറിയുണ്ട്. എന്തായാലും ഒരു കത്തുണ്ട്. അത്യാവശ്യമായി ശിവകാമി തന്നയച്ച. ഭാഗ്യത്തിന്റെ കല്യാണം ഉറപ്പിച്ചു. അവക്ക് എന്നെ കാണണമെന്ന് ശിവകാമയ്ക്ക് എഴുതി. നന്നായി. പോണം സഖാവേ. ഒറ്റ പെങ്ങളല്ലേ ഉള്ളൂ, പോയി കാണണം. അണ്ണാ, നിന്നെ ഒന്ന് കാണാൻ വന്നതാ. കയറുന്നില്ല. ഒരു കല്യാണം ഞാൻ കാരണം മുടങ്ങി. ഇനി ഒന്നുകൂടി മുടങ്ങണ്ട. അതായി രാത്രി വന്നത്. ഞാനിപ്പോ തന്നെ മടങ്ങിപ്പോ. ശിവ, കേരള. നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. നല്ല ബന്ധാ മോനെ. കുട്ടിയെ വന്ന് കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരൊന്നും ആവശ്യപ്പെട്ടുമില്ല. ഞാനങ്ങ് ഉറപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ വരുമെന്ന്? ശിവൻ വല്ലതും കഴിച്ചോ? തൊഴുതോളൂ. മോളെ, ഒരുപാടൊക്കെ തരണമെന്നുണ്ട്. പക്ഷെ അണ്ണന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ പോട്ടെ അണ്ണ.
നിനക്ക് എങ്ങനെ ധൈര്യമതി ഇക്കാര്യം എന്നോട് പറയാൻ? ഊണൂര് പൊട്ടിച്ചെറിഞ്ഞ് സഭയെ ധിക്കരിച്ചിറങ്ങിപ്പോയ ആ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടപ്പാടിനോടി എന്റെ വരുമാനം നീ കണ്ടുവച്ചിരിക്കുന്നത്. കൊന്നുകളയും നിന്നെ ഞാൻ. ഇനി അവന്റെ കാര്യം സംസാരിച്ചാൽ ആയുഷ്കാലം മുഴുവൻ വീട്ടിലിട്ട് പൂട്ടും ഞാൻ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അപ്പൊ സമ്മതിക്കില്ല മോളെ. സുന്ദരനായ താടിക്കാരൻ കാറൽ മാർക്സ് സാഹിബിന് സുന്ദരിയായ ഏംഗൽസ് മദാമയിൽ മീനമാസത്തിലുണ്ടായ ഉണ്ണിയാണ് ലെനിൻ, ഉണ്ണി ലെനിൻ. ആ ഉണ്ണി വലുതായി വിവരം വെച്ചപ്പോ സായിപ്പും മദാമയും ഈ വലുതായ ഉണ്ണിയും കൂടി ഒരേ മേശപ്പുറത്തിരുന്ന് എഴുതാൻ തുടങ്ങി. സായിപ്പിന് കൈ കിഴക്കുമ്പോൾ മദാമ എഴുതും, മദാമയ്ക്ക് കൈ കിഴക്കുമ്പോൾ ഉണ്ണി ലെനിൻ എഴുതും. അങ്ങനെ അവർ 3 പേരും കൂടി കൈമാറി കൈമാറി എഴുതി ഉണ്ടാക്കിയതാണ് ദസ് ക്യാപിറ്റൽ, 10 കൽപ്പനകൾ. എന്താ ഇവിടെ? അല്ല, സഖാവ് വരാൻ വയ്യപ്പോ അറിവുള്ളവർക്ക് അറിവില്ല. തന്റെ അറിവ് ഇവിടെ പകരണ്ട, അവിടെ ഇരിക്കെ. ഇവിടെ അല്ലേ പൊടികൊണ്ട് കുത്തിയതല്ല. സഖാക്കളെ, നമ്മൾ ഒന്നിച്ചു ചോദിച്ചപ്പോൾ, ഉറക്കെ ശബ്ദിച്ചപ്പോൾ ന്യായമായ കൂലി തരാൻ മുതലാളിമാർ തയ്യാറായി. ഈ സമരവീര്യം, ഈ വർഗബോധം, അതാണ് നമ്മുടെ ശക്തി. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. സഖാവേ, ഞങ്ങളുടെ കാര്യം, ഈ പെണ്ണുങ്ങളുടെ കാര്യം മുതലാളിമാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞേ, ആ എന്താ വേണം കുഞ്ഞിക്ക്? എന്നാ വേലയെ കാണിച്ച് മുതലാളി കളപ്പരെ കാത്തിരിക്കുക. മുതലാളി കളപ്പര ഇരിക്കത്തേ ഉള്ളൂ, ചോദിക്കാനും പറയാനും ഞങ്ങൾക്കിപ്പോ ആളുണ്ട്. എങ്ങാണ്ടൂന്ന് വന്ന ഒരുത്തനെ കണ്ടോണ്ട് നീ ഒന്നും നെഹളിക്കരുത്. മുതലാളിയുടെ സ്വഭാവം അറിയാമല്ലോ. എന്നോട് അത്രയ്ക്കങ്ങ് പൂതിയാണെങ്കിലേ പകൽ വെട്ടത്ത് നാട്ടുകാർ കാങ്കെ കഴുത്തിലൊരു ചരട്ടും കെട്ടി എന്നെ പൊറപ്പിക്കാൻ പറ തമ്പ്രാനോട്. എന്ന് പറഞ്ഞിട്ട് നാളെ പോണേ. നിന്റെയൊക്കെ മുതലാളിക്ക് അന്തിക്കൂട്ടിന് പെണ്ണിനെ കൊണ്ട് കൊടുക്കണമെങ്കില് നിന്റെയൊക്കെ അവളുമാരെ കൊണ്ട് കൊടുക്ക. കുഞ്ഞി, എന്റെ കാരണത്തിൽ അടിക്കാൻ അടിക്കാൻ അടിക്കാൻ. ഈ അടി നിനക്കിട്ടല്ല, നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ച നിന്റെ മുതലാളിക്കിട്ട. ചെന്ന് പറഞ്ഞേരെ, തമ്പ്രാക്കന്മാരുടെ കളപ്പുരയിൽ കൂട്ടുകിടക്കാൻ പാടത്ത് പണിയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പെണ്ണിനെ പോലും ഇനി കിട്ടില്ലെന്ന്. പോയി കിടന്നോ. തമ്പി, അദ്ദേഹം കാര്യങ്ങളൊക്കെ നമ്മുടെ കൈ വിട്ട് നിൽക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ മാത്രമല്ല, നാട്ടിലെല്ലായിടത്തും തലപൊക്കി കഴിഞ്ഞു. അതുകൊണ്ട് അവനെ തല്ലാനും കൊല്ലാനും ചെന്നാൽ പ്രശ്നം കൂടുതൽ വഷളാകും. അവനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കണം. ഇതാ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നേതാവ് ഇന്നലെ കൊടുത്തയച്ച അടി ഇവിടെ കിട്ടി. എനിക്കൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും ഇങ്ങോട്ടൊരു സമ്മാനം തന്നാൽ ഞാൻ ഒരു സമ്മാനം തിരിച്ചു കൊടുക്കും. അത് കൊടുത്തയക്കില്ല, നേരിട്ട് വിളിച്ചു കൊടുക്കണം. അതിനാ ഇവിടെ വിളിപ്പിച്ചത്. അതായത് കണ്ടോ, എന്റെ വീട്ടു സാമാനങ്ങൾ മുഴുവൻ അടിച്ച് നശിപ്പിച്ചു, വീട്ടിലെ പെണ്ണുങ്ങളെ ആക്രമിച്ചു, തുറുവിന് തീ വെച്ചു. ഇതെല്ലാം ആരാ ചെയ്തത്? നേതാവ്. നേതാവ് തന്നെ. മുതലാളിയെ കയ്യേറ്റം ചെയ്തു, ദേഹോപദ്രവം ഏൽപ്പിച്ചു. പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോ വരും. കൊള്ളാം, മുതലാളിമാരുടെ ബുദ്ധി കൊള്ളാം. ഭവനഭേദനം, തീവച്ച് നശിപ്പിക്കൽ, കൊള്ള, കയ്യേറ്റം. ഇനി ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ?
കുറ്റവും വകുപ്പും ഒക്കെ നേരത്തെ തീരുമാനിച്ചല്ലേ വന്നിരിക്കുന്നത്. കള്ളക്കേസിൽ കുടിക്കുന്നതുകൊണ്ട് എന്റെ കൈകൾക്ക് ഇപ്പം നിങ്ങൾക്ക് വിലങ്ങ് വെക്കാം. പക്ഷെ കുട്ടനാടൻ പാടങ്ങളിൽ അന്യായം വിതച്ചും കൊയ്തും തിന്റേക്ക് പത്തായപ്പുരകൾ നിറയ്ക്കാമെന്ന് കരുതണ്ട. പാടുപെട്ട് പണിയെടുക്കുന്ന തൊഴിലാളി വർഗം ഒരുമിച്ച് കൈയുയർത്തി മുദ്രാവാക്യം വിളിച്ചാൽ തകർന്നു വീഴുന്ന അടിസ്ഥാനം ദ്രവിച്ച പഴകിയ മൺകോട്ടയാണ് മുതലാളിത്തം. ഓർമ്മയിരിക്കട്ടെ, ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇതുപോലെ അന്യായത്തിന്റെ കുറെ കൈവിലങ്ങൾ, പക്ഷെ കിട്ടാനുള്ളത് മനുഷ്യാവകാശത്തിന്റെ പുതിയൊരു ലോകം. ഇൻസ്പെക്ടർ ദണ്ഡപാണി ഇതുവരെ ഇടിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ്. ഇനിയൊരു പഴയ കടം തീർക്കാനുണ്ട്. മതിയായ. സഖാവ് ശ്രീധരന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തി കൊന്ന് കടലെറിഞ്ഞ ഇൻസ്പെക്ടർ ദണ്ഡപാണി അന്ന് ശിവനടിച്ചത് കൈകൾ വിലങ്ങിലിട്ടല്ല, ആണുങ്ങളെ പോലെ നേർക്ക് നേർക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചിട്ട് താഴെ എനിക്ക് അയച്ചു വിടാൻ. മോളറിഞ്ഞോ? നമ്മുടെ ശിവനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ശങ്കരനാ പറഞ്ഞത്. കണ്ടമാനം ഇടിയും കൊടുത്ത് ലോക്കപ്പിൽ ഇട്ടിരിക്കുക. ദേവകമേ, എനിക്ക് ശിവനെ ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട്. ശങ്കരനോട് ചോദിക്കോ എന്തെങ്കിലും വഴിയുണ്ടോന്ന്? എങ്ങനെ കാണാനാ കുഞ്ഞെ? ലോക്കപ്പിൽ കിടക്കുന്ന ആളിനെ കാണാൻ പറ്റുമോ? എന്താ? ഞങ്ങളുടെ സഖാവ് ശിവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. വിട്ടയക്കണം. സഖാവ് ഹീസ് എ ക്രിമിനൽ. കുട്ടനാട്ടിൽ ഒരു പ്രമാണിയെ വധിക്കാൻ ശ്രമിച്ചു. നോ, പോലീസ് ഫ്രെയിം ചെയ്ത കള്ളക്കേസാണ്. കള്ളക്കേസ്? അതെ, തൊമ്മിച്ച മുതലാളി വീട്ടിൽ വിളിച്ചു വരുത്തി ചതിക്കായിരുന്നു. സാക്ഷികളുണ്ട്. സാക്ഷികളും വക്കീലും വിസ്താരവും ഒക്കെ കോടതിയിൽ വിട്ടയക്കുന്ന പ്രശ്നമില്ല. കോർട്ട് ഓർഡറുമായി വന്നാലോ? കൊണ്ടുപോവാ, അപ്പൊ നോക്കാം. സാർ, ഒന്ന് സമാധാനമായി സംസാരിക്കാൻ സൗകര്യം കിട്ടിയില്ല ഇതുവരെ. എന്നെ മനസ്സിലായോ സാറിന്? പാർത്ഥസാരഥി സ്വാമിയുടെ വീട്ടിൽ നിൽക്കുന്ന അടിച്ചു തലിക്കാരി ദേവകിയമ്മയുടെ മോന്, രക്ഷക്കാരൻ. നിങ്ങളോടൊക്കെ എനിക്ക് വലിയ ബഹുമാനമാണ്. എനിക്ക് മാത്രമല്ല, പോലീസിൽ പലർക്കും. പാവപ്പെട്ടവർക്ക് വേണ്ടിയാ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കാക്കിയിട്ട് പോയില്ലേ സാറേ? സ്വാമി വാങ്ങിത്തന്ന ജോലിയാ. അവിടുത്തെ കാര്യം ആകെ കുഴപ്പത്തില. കാര്യമൊക്കെ സ്വാമി അറിഞ്ഞു. സ്വാമി മോളെ ഒരുപാട് തല്ലി. അപ്പം ഒരുതരം വീട്ടുതടങ്കലില്ലാന്ന് അമ്മ പറഞ്ഞത്. ചായയോ വീഡിയോ വല്ലതും വേണോ? വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശരി. മജിസ്ട്രേറ്റിന്റെ ഓർഡറുമായി സഖാവ് ശിവനെ ജാമ്യത്തിൽ ഇറക്കിയാൽ മാത്രം പോരാ. നമ്മുടെ സഖാക്കളെ മുഴുവൻ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ അണിനിരത്തി മുദ്രാവാക്യം വിളിച്ച് സംഘടിത തൊഴിലാളി വർഗത്തിന്റെ ശക്തി എന്താണെന്ന് അധികാരി വർഗത്തെ അറിയിക്കണം. അതിനുള്ള സമയമായിരിക്കുന്നു.
ഇൻകുലാബ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് ഇൻകുലാബ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് തല്ലിയല്ലേ? ഒട്ടും വേദനിച്ചില്ല. എന്റെ ശിവന് വേണ്ടിയല്ലേ? എനിക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ച് എത്ര കാലം? ഒരു തീരുമാനം പോലും പറയാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ജീവിക്കും എന്നെങ്കിലും. മിസ്റ്റർ ശിവനോടും മിസ്റ്റർ ഉറുമീസിനോടും എനിക്ക് പേഴ്സണലായി സംസാരിക്കണം. ഞാൻ ഇൻസ്പെക്ടർ ദണ്ഡപാണിയായിട്ടല്ല വന്നിരിക്കുന്നത്. ദിവാന്റെ പേഴ്സണൽ മെസ്സഞ്ചർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദിവാന് നിങ്ങൾ രണ്ടുപേരെയും നേരിട്ടൊന്ന് കാണണം. എന്താ കാര്യം? അതൊക്കെ ദിവാൻ നേരിട്ട് പറയും. ഞങ്ങൾക്ക് പാർട്ടിയോട് ആലോചിക്കണം. അതൊക്കെ നിങ്ങളുടെ കാര്യം. ദിവാനെ കാണുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. മിസ്റ്റർ ഉർമീസ് തറകൻ, മാപ്പിളശ്ശേരിയിൽ മിസ്റ്റർ തറകന്റെ മകൻ. BA BL കഴിഞ്ഞ് ICS എഴുതി ഇന്റർവ്യൂവിന് പോകാതെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനവുമായി നടക്കുന്നു. മിസ്റ്റർ ശിവസുബ്രഹ്മണ്യ അയ്യർ, ത്യാഗരാജ മഠത്തിലെ മരിച്ചുപോയ സംഗീത സാമ്രാട്ട് അനന്തകൃഷ്ണ അയ്യരുടെ രണ്ടാമത്തെ മകൻ. BA പാസ്സായിട്ടുണ്ട്. സ്റ്റേറ്റ് കോൺഗ്രസിൽ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റായി. കുട്ടനാടിലെ കർഷക തൊഴിലാളികളെ ആദ്യമായി സംഘടിപ്പിച്ചു. 2 ബ്രില്യന്റ് യങ്സ്റ്റേഴ്സ്. എനിക്ക് നിങ്ങളെ കാണണമെന്നും സംസാരിക്കണമെന്നും തോന്നി. അതാ വിളിപ്പിച്ചത്. രാഷ്ട്രീയം പറയാനല്ല, സംതിങ് വെരി പേഴ്സണൽ. നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്. തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച് അത് നശിപ്പിച്ചു കളയരുത്. ഞങ്ങളുടെ വഴി തെറ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതിലേക്ക് നമുക്ക് കടക്കണ്ട. ഞാൻ നിങ്ങളോടൊരു പ്രപ്പോസൽ പറയാം. മിസ്റ്റർ ഉർമീസ്, അടുത്ത ICS പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യണം. ഞാൻ മദ്രാസിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റിംഗ് വാങ്ങിത്തരാം. അധികാരവും ബംഗ്ലാവും കാറും മറ്റെല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. മിസ്റ്റർ ശിവസുബ്രഹ്മണ്യ അയ്യർക്ക് മൈസൂർ രാജാവിനോട് പറഞ്ഞ് 1000 ഏക്കറിൽ കുറയാത്ത മുന്തിരിത്തോപ്പ് സ്വന്തം പേരിൽ വാങ്ങിത്തരാം. 2 പേരും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നിർത്തി ഇവിടം വിട്ടു പോകണം. We appreciate your concern for our future. And we very much understand what prompted you to this tempting offer. ഒരു സഖാവിന് രാജകീയ പദവിയും മറ്റൊരു സഖാവിന് മുന്തിരിത്തോപ്പും. മനസാക്ഷിയെ വഞ്ചിക്കുന്നതിനുള്ള കൈക്കൂലി അല്ലേ? തലമുറകളായി അടിച്ചമർത്തപ്പെട്ട പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ വിശ്വാസത്തിനും സ്വപ്നത്തിനുമാണ് വില പറഞ്ഞത്. സമ്പന്ന വർഗത്തിന്റെ വഞ്ചനയിൽ നിന്ന്, ചൂഷണത്തിൽ നിന്ന് തൊഴിലാളി സമൂഹത്തിന്റെ സമ്പൂർണമായ മോചനം. അവർക്ക് പ്രതീക്ഷയുടെ പുതിയൊരു ലോകം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര. ഈ ജനകീയ പ്രസ്ഥാനത്തിന് വിലക്കെടുക്കാൻ ഒരു ദിവാന്റെ ഖജനാവിനും കഴിയില്ല. I appreciate your conviction and regret your idiotic sentiments. ഒന്നുകൂടി ചിന്തിക്കാൻ ഒരാഴ്ച സമയം തരാം. അതല്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ I will crush you and your bloody party. പിന്നെ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഈ നാട്ടിൽ അവശേഷിക്കില്ല. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ സഖാക്കളുടെ മനോവീര്യം നഷ്ടപ്പെടും. അപ്പോ പാർട്ടി നിരോധിച്ചാൽ എതിർപ്പുണ്ടാവില്ല. ഇതായിരിക്കും ദിവാന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് സഖാവ് ശിവനും സഖാവ് ഉർമീസും ഒളിവിലായിരിക്കണം ഇനി മുതലുള്ള പ്രവർത്തനം.
നമ്മുടെ പാർട്ടിയുടെ സ്വാധീനമുള്ള ശക്തി കേന്ദ്രങ്ങളായിരിക്കണം നിങ്ങളുടെ ഒളിവ് സ്ഥലങ്ങൾ. സഖാവ് ശ്രീധരൻ പാർട്ടി നിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ ഇവരെ അറിയിക്കണം. ശരി സഖാവേ. അപ്പച്ചി അമ്മയും വിളിച്ചോണ്ട് പണിക്ക് പോയി. എന്നെയും വിളിച്ചതാ, ഞാൻ പോയില്ല. തലവേദനയാന്ന് കള്ളം പറഞ്ഞു. ഒരു കൂട്ട് വേണ്ടേ? ഞാൻ സഖാവെ നിന്നും വിളിക്കുകയല്ല, കൊച്ചാട്ടാന്നേ വിളിക്കൂ. പുറത്ത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അറസ്റ്റ് വാറണ്ടുമായിട്ട് ആലപ്പുഴ മുഴുവൻ അരിച്ചു പെറുക്കുക പോലീസ്. ഇവിടെ കുഴപ്പമില്ല. ശിവസഖാവിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് കുട്ടനാട്ടിലെ കണ്ടൊരു കുടിലാണെന്ന് ശ്രീധര സഖാവ് പറഞ്ഞത്. പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാ കേട്ടത്. മോളെ, ഒരു ബോട്ട് വരുന്നുണ്ട്. സഖാവിനെ എവിടെയെങ്കിലും ഒളിപ്പിക്കേ. പോലീസാന്നാ തോന്നുന്നേ. മരപ്പഴയിട്ട് കയറി വിളിച്ചോ. ഇവിടെ ആരൊക്കെയാ താമസം? ഞാനും മോളും. ഇതെന്റെ നാത്തൂനാ. ഓർമ്മക്കുറവുണ്ട്. വേറെ വേറെ ആരുമില്ല. ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഓ, ഇവിടെ ആര് വരാനാ? നീ എല്ലാം കൂടെ ഇവിടെ ഒരുത്തരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഒരു സഖാവ്. ഇവിടെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ആരെയും ഒളിപ്പിച്ചിട്ടുമില്ല, ഇനി വന്നാലിട്ട് ഒളിപ്പിക്കത്തുമില്ല. കേറി നോക്ക. കേറി നോക്കുന്നൊക്കെ കൊള്ളാം. തട്ടിയും കലൊന്നും പൊട്ടിക്കരുത് പിള്ളേരോട് പറഞ്ഞാട്ടെ. എന്റെ പെണ്ണു നിന്ന് കുളിക്കുന്നതാണോ പുള്ളിയെ തപ്പാൻ പറ്റും ഒളിവ് നോക്കുന്നേ? ആഹാ, കൊള്ളാമല്ലോ.
പോയി കിടന്നോ. ഒട്ടത്തെ നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പോയി കിടന്നോ. സഖാവ് വെളുപ്പിനെ പോയി മോളെ. ശ്രീധരൻ വള്ളുമായിട്ട് വന്നിരുന്നു. ഇനി ഇവിടുത്തെ അങ്ങനെ അപകടമാന്ന്. പോലീസ് ഇപ്പോഴും പോട്ടേക്ക് ഇറങ്ങുക. എന്നോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ. ഈ വിപ്ലവത്തെ ദിവാനെതിരെയുള്ള ഒരു പ്രാദേശിക സമരമായി കാണരുത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പാർട്ടി നയിക്കുന്ന ദേശീയ സ്വാതന്ത്ര്യ സമരമായി ഇതിനെ കാണണം. സഖാവ് ശിവനെയും സഖാവ് ഉർമീസിനെയും പോലെ തന്നെ രാജ്യത്തെ എല്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്തും തൊഴിലാളി സമരങ്ങളെ അടിച്ചമർത്തിയും പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് ദിവാൻ. പോലീസിനെയും പട്ടാളത്തെയും അതിനായി തയ്യാറാക്കി കഴിഞ്ഞു. ദിവാന്റെ പടയൊരുക്കം മുന്നിൽ കണ്ട് ആയുധം കയ്യിലെടുത്ത് ഒരു സായുധ വിപ്ലവത്തിന് നാം തയ്യാറാകണം. തോക്കിനെതിരെ വാരിക്കുന്തങ്ങൾ പോലെ തോക്ക് തന്നെ എടുക്കണം. നമ്മളും തോക്കുകൾ സംഭരിച്ച് ഒരു സായുധ വിപ്ലവത്തിന് ഒരുങ്ങുന്നതാണ് ബുദ്ധി. ശിവ, ഇതൊരു യുദ്ധമല്ല, ജനകീയ വിപ്ലവമാണ്. സമരാവേശമാണ് നമ്മുടെ ആയുധം. 1000 തോക്കുകളെ അതിജീവിക്കാനുള്ള ശക്തി നമ്മുടെ അണികൾക്കുണ്ട്. പൊരുതുക, പടയണിയുടെ മുന്നിൽ തന്നെ നിൽക്കുക അവസാനം വരെ. സഖാവേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എപ്പോഴും സംശയം ചോദിക്കണം, എങ്കിലേ പാർട്ടി വളരൂ. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്മിയായിട്ട് ഊണ് കഴിക്കുന്നവൻ, അവനാണ് കമ്മി ഊണിസ്റ്റ്. ഓഹോ. ഇനി കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. എങ്ങനെയാന്ന്? ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. വാസ്തവം. പ്രായപൂർത്തിയായവർക്ക് വോട്ടവകാശം. പ്രായപൂർത്തിയാകുന്നത് പ്രായം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. ബുദ്ധിപരമായി നിങ്ങൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാം. സുദൃഢവും അചഞ്ചലവുമായ ഒരു ഭരണകേന്ദ്രം, ഒരു ഭരണാധികാരി, ഒരേ ഒരു ഭരണാധികാരി, ഓൺലി വൺ റൂളർ. വേണ്ടി വന്നാൽ പട്ടാളത്തെ വരെ ഇറക്കി അടിച്ചമർത്തും ഞാൻ. സഖാവേ, സഖാവേ, ആരാ? എന്താ? പേടിയുണ്ടോ? ഒരു തീപ്പെട്ടി എടുക്ക. സഖാവ് എവിടുന്ന? മലബാറിന്ന് വരികയാണ്. സഖാവ് ശിവനുമായോ ഉർമീസുമായോ ഒന്ന് ബന്ധപ്പെടണം. പാർട്ടി സെക്രട്ടറി ഒരു കത്ത് തന്നിട്ടുണ്ട്. സഖാവ് ഉർമീസ് എവിടെ ഉണ്ടെന്ന് അറിയില്ല. സഖാവ് ശിവനുമായി ബന്ധപ്പെടുത്താം.
ഞാനാ മൊയ്തൂട്ടി. മലബാറിൽ നിന്ന് വന്ന സഹാബ, പാർട്ടി സെക്രട്ടറി എഴുത്തുണ്ട്. ഒരു മുതലാളിയെ കൊന്ന കേസിൽ ഒളിവിലിരിക്കാനാ. എന്നെ കാണാൻ പറഞ്ഞോ? സഖാവിനെയോ സഖാവ് ഉർമീസിനെയോ കാണാനാ പറഞ്ഞത്. സഖാവ് തിരുമൽപ്പാടിനെ കാണാൻ പറഞ്ഞില്ലേ? സഖാവിനെ കാണാൻ പറഞ്ഞു. സത്യം പറയണം. പോലീസല്ലേ നീ? സഖാവെ, എനിക്കൊരു ചതി പറ്റി. സഖാവ് ശിവനെ തിരക്കി മലബാറിൽ നിന്നാണെന്ന് പറഞ്ഞൊരു സഖാവ് വന്നു. പോലീസായിരുന്നു. സഖാവ് ശിവനെ അറസ്റ്റ് ചെയ്തു. സഖാവ് ഉർമീസോ? സഖാവ് ഉർമീസ് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. തൽക്കാലം ഇത് മറ്റ് സഹാക്കളാരും അറിയണ്ട. മായഞ്ചേരി എത്രയും പെട്ടെന്ന് ഈ വിവരം സഖാവ് തിരുവുൽപ്പാടിനെ അറിയിക്കണം. ശരി സഖാവേ. നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് തന്നെ പോകുന്നു. സഖാവ് ശിവൻ അറസ്റ്റിലായി. ഇനി നോട്ടം സഖാവ് ഉർമേസിനെ ആയിരിക്കും. ഉടൻ തന്നെ കൊച്ചി ക്യാമ്പിലേക്ക് മാറുക. ഷൂട്ടഡ് സൈറ്റാണ് ദിവാൻ പോലീസിന് കൊടുത്തിരിക്കുന്ന ഓർഡർ. സഖാവ് പിടിക്കപ്പെടരുത്. പാർട്ടിയുടെ കർശനമായ തീരുമാനമാണ്. സഖാവ് ശ്രീധരന് വേണ്ട നിർദ്ദേശങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ കർശനമായ തീരുമാനമാണ്.
അച്യുതാനന്ദൻ എവിടെ? പറയാൻ പറയണം. നീ ഇനിയും ചത്തില്ലടാ സഖാവേ. വല്ലതും തരണേ, വല്ലതും തരണേ, വിശക്കുന്നു, വല്ലതും തരണേ, വല്ലതും തരണേ, വിശക്കുന്നു. മക്കളെ, ശിവ, ഞാൻ പോവാ. പിള്ളേർ ഒറ്റയ്ക്കേ ഉള്ളൂ. ശിവ, എന്നാ മനസ്സിലായി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. ശ്രീധര, വൈതൊട്ടി, എന്റെ പ്രിയപ്പെട്ട സഹാക്കളെ, ലാൽ സലാം. പാർട്ടിക്ക് ഒരു മുദ്രാവാക്യം കൂടെ കിട്ടി. സമ്മതിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അഭിമാനത്തോടെ എക്കാലവും അനീതിക്കും അക്രമത്തിനുമെതിരെ നെഞ്ചു വിരിച്ചു എന്ന് പൊരുതാൻ ആവേശം പകരുന്ന മുദ്രാവാക്യം. ഇന്നലെ ഞാൻ കണ്ടു രണ്ട് സഖാക്കളെ. എനിക്ക് വിശക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് കൈനീട്ടുന്ന രണ്ട് കൊച്ചു സഖാക്കളെ.
പാർട്ടിക്ക് വേണ്ടി മരിച്ചു വീണ നമ്മുടെ ശ്രീധരന്റെ മക്കളെ. അവരും രക്തസാക്ഷികളാണ്. മകനെ നഷ്ടപ്പെട്ട അമ്മമാർ, ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാർ, അച്ഛനെ നഷ്ടപ്പെട്ട അനാഥരായ കുട്ടികൾ, ഇവരെല്ലാം രക്തസാക്ഷികളാണ്. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ. സഖാവിന്റെ വികാരം സത്യമാണ്. നമുക്ക് വേണ്ടി മരിച്ചു വീണ ധീര സഖാക്കളുടെ വികാരം ഏറ്റുവാങ്ങി കൂടുതൽ ശക്തിയായി പാർട്ടിയുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. സഖാവേ, ഈ സമരത്തിന്റെ അധ്യായം ഈ കൂട്ടക്കൊലയിൽ അവസാനിക്കുന്നില്ല. പ്രതികാരം ചെയ്യണം. അതിനെപ്പറ്റി പാർട്ടി ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. തീരുമാനത്തിലെത്തിയാലും ഇല്ലെങ്കിലും ഞാൻ പ്രതികാരം ചെയ്യും. മരിച്ചു വീണ സഖാക്കൾക്ക് വേണ്ടി, അവരോടൊപ്പം കത്തിച്ചാമ്പലാകാൻ കഴിയാതെ പോയ എനിക്ക് അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യണം. ചെയ്തേ പറ്റൂ. ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ലാൽ സലാം. ശിവ, ദിവാന വകവരുത്തി തിരിച്ചു വരാമെന്ന് കരുതുന്നുണ്ടോ? തിരിച്ചു വരണമെന്നില്ല. ഇത് ആത്മഹത്യയാണ്. ആത്മഹത്യയല്ല, ആത്മാഹൂതി. ഞാനും താനും വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് തോക്കിനെതിരെ മാറി വിരിച്ച് വെടിയേറ്റ് മരിച്ചു വീണ നമ്മുടെ ശ്രീധരന് വേണ്ടി, മൊയ്തുട്ടിക്ക് വേണ്ടി, പഴനിക്ക് വേണ്ടി, രക്തസാക്ഷികളായ ഓരോ സഖാവിനും വേണ്ടി ഞാൻ ചെയ്യുന്ന ആത്മാഹൂതി. പാർട്ടി തീരുമാനമില്ലാതെ ഇങ്ങനൊരു ദൗത്യം സ്വയം ഏറ്റെടുക്കുന്നത് അച്ചടക്ക ലംഘനമാണ്. അച്ചടക്കവും അച്ചടക്ക ലംഘനവും പാർട്ടി അനുശാസിക്കുന്ന സംഘടനാ നിയമങ്ങൾ മാത്രമാണ്. അതിലുപരി കമ്മ്യൂണിസ്റ്റുകാരനൊരു മനസാക്ഷിയുണ്ട്, സത്യമറിയുന്ന മനസാക്ഷി. ആ മനസാക്ഷിയുടെ തീരുമാനത്തിലാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. എന്റെ മടക്കയാത്ര പ്രതീക്ഷിക്കണ്ട. ഇനി നമ്മൾ കണ്ടെന്ന് വരില്ല. ശിവകാമി, ശിവകാമി, ഞാൻ അകത്തേ കയറുന്നില്ല സ്വാമി. ശിവകാമിയെ കൊണ്ടുപോകാൻ വന്നതുമല്ല. ഞാനിവിടം വിടുകയാണ്. യാത്ര പറയണം ശിവകാമിയോട്. ശിവകാമി, ഞാനെന്നും എന്റേതാക്കണമെന്ന് ആഗ്രഹിച്ചത് നിന്നെ മാത്രമാണ്. ആ ആഗ്രഹം നിന്റെ മുമ്പിൽ തന്നെ ഉപേക്ഷിച്ചു പോവുകയാണ്. തിരിച്ചു വരില്ല. ഞാൻ നിന്നോട് കാണിച്ച ഏറ്റവും വലിയ നന്ദികേടായി ഇതിനെ കണ്ട് എന്നെ മറക്കുക. നീ കല്യാണം കഴിക്കണം എന്ന് പറയാനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷെ ആകെ അവശേഷിക്കുന്ന ഇപ്പോഴത്തെ ആഗ്രഹം അത് മാത്രമാണ്.
സഖാവായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. എന്റെ മനസ്സിന്റെ ഭാഗമായ നിന്റെ സ്നേഹിതൻ ഉർമീസായിട്ടാ. നീയാണ് എന്റെ ശക്തിയും ധൈര്യവും. നീ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഈ അപകടത്തിലേക്ക് നീ എടുത്ത് ചാടരുത്. ശിവ, ശിവ, ഇല്ല ശിവ, ഞാൻ സമ്മതിക്കില്ല. കൊന്നുകളയുന്നില്ല ഞാൻ. నారదాడి భక్తులు పొగడుజుండె లీనామ రూపములగు నిత్య జయ మౌగళో రాజీవ నయన జాగ రాజా மைன ராஜீவ நயன தியாக ராஜானி வினுத மைன நாம ரூபமுலகு நித்ய ஜய மங்களம். യാത്ര പറഞ്ഞ് പിരിഞ്ഞതല്ലേ, നീ എന്തിനു വന്നു? എനിക്ക് രക്ഷപ്പെടണ്ട. ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞില്ലേ ശിവ, ഇനി എന്തിനു പിടികൊടുക്കണം? ഒരു വാടക കൊലയാളിയെ പോലെ ആക്രമിച്ചിട്ട് ഇരുട്ടിൽ ഓടി ഒളിക്കാനല്ല ഞാൻ വന്നത്. നമ്മുടെ സഖാക്കളെ സമരമുഖത്ത് വെടിവെച്ച് കൊന്ന് കത്തിച്ച് ചാമ്പലാക്കിയ ശ്മശാനത്തിന്റെ അവശേഷിക്കുന്ന ആവേശമായി വെളിച്ചത്തിൽ ദിവാനെ വെട്ടി വകവരുത്തി കൊലക്കാരന് മുന്നിൽ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് വിളിച്ച് അധികാരവർഗത്തിന്റെ അന്യായ കുരുക്കിൽ അവസാനത്തെ താക്കീതായി ഇല്ലാതാകാനാണ് ഞാൻ വന്നത്. സമ്മതിച്ചു. അന്യായത്തിനെതിരെ ആദ്യത്തെ വാളെടുത്ത സഖാവ് ശിവൻ അധികാരവർഗത്തിന്റെ അവസാന താക്കീതായി ഇല്ലാതാകരുത്. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ നീയല്ലേ ഓർമ്മിപ്പിച്ചത്, അല്ലേ ശിവ? ശ്രീധരൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സഖാക്കളുടെ അനാഥരായ മക്കൾ, വെളിച്ചം നഷ്ടപ്പെട്ട പട്ടിണി കുടിലുകൾ, അവർക്കാവശ്യം സ്തംഭിച്ചു നിൽക്കുന്ന അവരുടെ മനസ്സുകൾക്ക് മുന്നിൽ അവർക്ക് വേണ്ടി പകരം ചോദിച്ച് അവരുടെ അവസാന പ്രതീക്ഷയായി നിൽക്കുന്ന ധീരനായ സഖാവ് ശിവന് ബന്ധങ്ങളുടെ ചുടുകാട്ടിലെ കനൽക്കൂട്ടിൽ നിന്ന് ഊതിത്തെളിഞ്ഞ ആത്മവിശ്വാസത്തിന്റെ ഈ വിപ്ലവ നാളമാണ് ഇനി ആ കുടിലുകളിൽ വെളിച്ചമെത്തിക്കേണ്ടത്. മാരകമായ പരിക്കുകളേറ്റ ദിവാൻ മരണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിലും ഇനിയും തനിക്കെതിരെ വധശ്രമങ്ങൾ ഉണ്ടായേക്കുമെന്ന് ഭയന്ന് ദിവാൻ നാടുവിട്ടു. താമസിയാതെ ദിവാൻ ഭരണം അവസാനിച്ചു. ഇന്ത്യ സ്വതന്ത്രയായി. സഖാ ഉർമീസിന്റെ നിർബന്ധത്തിന് വഴങ്ങി ബോംബെയിലും കൽക്കട്ടയിലുമായി 2 കൊല്ലം മാറി നിന്നിരുന്ന സഖാവ് ശിവൻ
പാർട്ടി അറിയിച്ചതനുസരിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തി. അഭിമാനത്തോടെ കണ്ടു, താൻ സ്നേഹിക്കുന്ന പ്രസ്ഥാനം വളർന്നു വലുതായിരിക്കുന്നു. സഖാവ് ശിവൻ അച്ചടക്ക ലംഘനമാണ് കാണിച്ചത്. എങ്കിലും ഇത്തരമൊരു ദൗത്യം സ്വയം ഏറ്റെടുത്ത് നടത്താൻ പ്രേരിപ്പിച്ച സാഹചര്യം പാർട്ടി മനസ്സിലാക്കുന്നു. സഖാവ് ഉർമീസ് പാർട്ടിയുടെ പ്രാദേശിക കമ്മിറ്റിയുടെ നിലപാട് വിശദീകരിക്കും. സഖാക്കളെ, ഏറ്റവും നല്ല മനുഷ്യസ്നേഹിയാണ് ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ. സഖാവ് ശിവൻ ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ. പാർട്ടിക്ക് വേണ്ടി ജീവനൊടുക്കിയ സഖാക്കളെ മനസ്സിൽ കണ്ട് പ്രതികാരം ചെയ്യാനായി അന്യായത്തിന്റെ അധികാര ശക്തിയായ ദിവാനെ ഒറ്റയാൾ പട നയിച്ച് വെട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തി ഓടിച്ച് സഖാവ് ശിവന്റെ വിപ്ലവ വീര്യത്തിന് മുന്നിൽ എന്റെ അഭിവാദ്യങ്ങൾ. സഖാവ് ശിവനെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഈ പ്രാദേശിക കമ്മിറ്റി നോമിനേറ്റ് ചെയ്യും. സഖാക്കളെ, നിങ്ങൾ എന്നോട് കാണിച്ച ഈ സ്നേഹമാണ് ഒരു സഖാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി. ഈ പ്രാദേശിക കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്തത് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ്. ആദരവോടുകൂടി ഞാനത് നിരസിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി മരിച്ചു വീണ ഓരോ സഖാവിന്റെയും ചോരയിൽ മുങ്ങിയതാണ് കമ്മ്യൂണിസ്റ്റ് കൊടിയിലെ ചുവപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചുവപ്പാണ് എന്റെ മനസ്സിൽ എന്നും പടർന്നു കയറിയ മനുഷ്യസ്നേഹം. പാർട്ടിയോടൊപ്പം ഞാനും വളർന്നു വലുതായാൽ എന്നിലെ മനുഷ്യസ്നേഹി മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഭരിക്കുന്നവൻ ഭരിക്കപ്പെടുന്നവന്റെ വേദനകൾ അറിയാറില്ല. ജനകീയ ഭരണത്തിന് തുടക്കമായി നമ്മുടെ പാർട്ടിയും അധികാരത്തിൽ വരും. അധമന്മാരിൽ നാട് മുടിച്ച് ഭരിച്ച അഴിമതിയുടെയും അന്യായത്തിന്റെയും അധികാര കസേരകൾ കത്തിച്ച് ചാമ്പലാക്കിയ ശേഷമേ നമ്മുടെ പാർട്ടി ഭരണം ഏറ്റെടുക്കാവൂ. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും പ്രതീകങ്ങളായ കമ്മ്യൂണിസ്റ്റ് കസേരകളിൽ ഇരുന്ന് വേണം സഖാക്കൾ ഭരിക്കേണ്ടത്. ഭരിക്കപ്പെടുന്നവന്റെ വേദനകൾ മനസ്സിലാക്കി ഭരണ നേതൃത്വത്തെ അറിയിക്കണമെങ്കിൽ ഇന്ന് ഞാനൊരു സാധാരണ സഖാവായി അണികളോടൊപ്പം ഉണ്ടായിരിക്കണം. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നെ സംരക്ഷിച്ചതുപോലെ പാർട്ടി അച്ചടക്കത്തിൽ നിന്ന് പാർട്ടിയെയും പാർട്ടിയുടെ ദർശനങ്ങളെയും സംരക്ഷിക്കാൻ സഖാവ് ഉർമീസ് എന്തുകൊണ്ടും യോഗ്യനാണ്. എന്റെ മനസാക്ഷിയായ സഖാവ് ഉർമീസിനെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യണമെന്ന് എല്ലാ സഖാക്കളോടും ഞാൻ അപേക്ഷിക്കുകയാണ്. രക്തസാക്ഷി സിന്ദാബാദ്.